5 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവർ ഈമാനോടെ മരിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താ? അവരുടെ മുഖം പ്രകാശിക്കുന്ന. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പലരും പറയാറുണ്ട്, സ്ഥലേ വെളുക്കാനുള്ള മാർഗം എന്താ, മുഖത്തെ കുരു മാറാനുള്ള മാർഗം എന്താ? ഞാൻ പറയാ, ദുനിയാവിൽ വെളുത്തിട്ട് കാര്യമില്ല. മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ പള്ളിയിലെ ഹത്തീബ് ദുആരക്കാൻ വരുമ്പോ നമ്മുടെ ജനാസ കണ്ടിട്ട് പറയണ, അല്ലാ അവന്റെ മുഖത്തെ പ്രകാശം ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾക്ക് തരണേ അല്ലാ. എല്ലാവരും കരയുമ്പോ, എല്ലാവരും വേദനിക്കുമ്പോ, നമ്മുടെ ജനാസയുടെ ചാരത്ത് വന്ന് പൊട്ടിക്കരയുമ്പോ നമ്മുടെ മക്കളും മാതാപിതാക്കളും കുടുംബാദികളും സഹോദരങ്ങളും സഹോദരിമാരും കൂട്ടുകാരും അയൽവാസികളും സുഹൃത്തുക്കളും എല്ലാവരും നമ്മുടെ മയ്യത്തിന്റെ ചാരം വന്നുകൊണ്ട് കരയുമ്പോ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ചിരിച്ചുകൊണ്ട് കിടക്കാൻ കഴിയണം. അതിന് മഹാനാകുന്ന പ്രവാചകൻ നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, 5 കാര്യങ്ങൾ ചെയ്യണവരാരാ? അവര് മരിക്കുമ്പോ എങ്ങനെ മരിക്കുമെന്ന്? ഈമാനോട് കൂടി മരിക്കുന്നു. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. മരിക്കല്ലേ, മരണത്തിന് 3 അടയാളം ഉണ്ടതാ. 1, ശരീരത്തിലെ രോമങ്ങൾ നരച്ചാൽ എഴുതി വെച്ചോ, തീരാനായി. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. 2, മുതുകു വളഞ്ഞു കഴിഞ്ഞാൽ അത് മരണത്തിന്റെ 2ാമത്തെ അടയാളം. 3, നിരന്തരമാകുന്ന അസുഖങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അതും മരണത്തിന്റെ അടയാളം. ഞാൻ പറയാ, ഈ 3 അടയാളങ്ങളുള്ളവര് വല്ലാത്ത സൗഭാഗ്യം ചെയ്തവരാ. ഈ 3 അടയാളങ്ങളുള്ളവര് വല്ലാത്ത സൗഭാഗ്യം ചെയ്തവരാ. ഒരു ചങ്ങാതിക്ക് 50 വയസ്സായി, മുടിയൊന്നും നരച്ചിട്ടില്ല. ഈ ചങ്ങാതി എല്ലാ സമയത്തും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ. 51ാമത്തെ വയസ്സായപ്പോ മുടിയൊന്നും നരച്ചു. അപ്പൊ എനിക്കൊരു ചിന്ത വരും, അല്ലാ ഈമാനുള്ളവനാണ് ചിന്ത വരും, അല്ലാ മരിക്കാനായി വിടച്ചോനെ, അല്ലാഹുവേ തീരാനായി വിടച്ചോനെ, ഇനി ഇതൊക്കെ നിർത്തണം. ഒരു പാവപ്പെട്ട 50 വയസ്സ് വരെ കാണാത്ത സീരിയല്ല, ബിഗ് ബോസ്, ആദില, നൂറ, അതും ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ കൂടെ കയറി കെട്ടിയവന്റെ പൈസ ഒക്കെ തീർത്ത് എത്തിഹാനിലാക്കിയിട്ടുണ്ടാവും ഭർത്താവിനെ. ആ പ്രിയപ്പെട്ട 50 വയസ്സായപ്പോ മുടിയൊന്നും നരച്ചു. അപ്പൊ ആ താത്താക്ക് ഒരു ചിന്ത, അല്ലാ മരിക്കാനെ, ഇനി ബിഗ് ബോസ് ഇല്ല, സീരിയൽ ഇല്ല, സിനിമ ഇല്ല, ഇനി യൂട്യൂബ് ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്യും? മാറാനൊരു തീരുമാനം ഉണ്ടാവും. ചില ഉമ്മമാര് നേരെ തിരിച്ചുണ്ടാവും. 45 വയസ്സായി, 45ാമത്തെ വയസ്സായപ്പോ മുടി നരച്ചു. ആ താത്താക്ക് അപ്പോഴും ചിന്ത ഒരു, അല്ലാഹു മരിക്കാനായി, എന്തായാലും തീരാനായി, ഇനി കാണാനുള്ള സീരിയൽ മുഴുവനും കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ചങ്ങാതി 40 വയസ്സായി, ഭയങ്കര കള്ളൂടിയനാ. 40ാമത്തെ വയസ്സിൽ ഓന്റെ മുടി നരച്ചു. ഓനിക്ക് അപ്പൊ ചിന്ത ഒരു, അല്ലാഹു തീരാനായി, എന്തായാലും മരിക്കും. ഇനി എല്ലാ ബാറിലും കയറി എന്നാ കുടിച്ച് മാഹിയിൽ പോയി, തലശ്ശേരി പോയി, എലത്തൂര് പോയി, വെസ്റ്റീലിൽ പോയി, കോഴിക്കോട് പോയി, എല്ലായിടത്തും കണ്ട് കുടിച്ചു തീർത്തേക്കാം എന്ന് ചിന്തിക്കണവരുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ എത്ര കാര്യങ്ങളാ ചെയ്യേണ്ട? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയാ? 5. അതിലൊന്നാമത്തേതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കാനുള്ള 5 കാര്യങ്ങളില് ആദ്യത്തേതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ മദീനത്തേക്ക് കടന്നു വരികയാ. മദീന പള്ളികളിലിരുന്ന് കൊണ്ട് പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ സഹാബാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് സഹാബാക്കൾ പറയുകയാ, യാ റസൂലല്ലാഹ് ഈമാനോടെ മരിക്കണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുകയാ, 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈമാനോടെ വിട പറയുന്നതാ. ആദ്യമായി ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, ഹറാമ് ചെയ്യല്ലേ, വ്യഭിചരിക്കല്ലേ, കള്ള് കുടിക്കല്ലേ, സിഗരറ്റ് വലിക്കല്ലേ, പലിശ കൊടുക്കല്ലേ, പലിശയ്ക്ക് പൈസ വാങ്ങല്ലേ, നഊദു ബില്ലാഹ് അത് തിന്മയാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈമാനോടെ മരിക്കുന്നതാ. എത്രയോ പേര് പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്, എത്രയോ പേര് ഹറാമുകൾ ചെയ്യുന്നുണ്ട്, എത്രയോ പേര് കള്ളു കുടിക്കുന്നുണ്ട്. പാടില്ല വാപ്പാ,
ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, കള്ളു കുടിക്കുന്നവനോടുകൂടി നിങ്ങൾ മിണ്ടാൻ പോടും പാടില്ലോ. അവർക്ക് എന്റെ പ്രിയമുള്ളവരെ മലക്കുകളുണ്ടല്ലോ ശപിക്കുന്നതാ. കള്ളു കുടിച്ചവരുണ്ടോ, ലഹരി ഉപയോഗിച്ചവരുണ്ടോ? ഈ സദസ്സിലിരുന്ന് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, നഊദു ബില്ലാഹ്, തൗബ ചെയ്തോ വാപ്പാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ അദാബുണ്ടല്ലോ, അല്ലാഹു തരുന്ന ശിക്ഷയുണ്ടല്ലോ, ഏതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, മൻ ശരിബൽ ഹംറാ, ആരെങ്കിലും ഒരാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സനാ സനാ സനാ, അവൻ വ്യഭിചരിച്ചവനാ, അവൻ പീഡിപ്പിച്ചവനാ, അവൻ വ്യഭിചരിച്ചവനാ. ആരുടെ കൂടെയും അറിയോ? മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, അവനവന്റെ ഉമ്മയോടൊപ്പം ഉണ്ടല്ലോ വ്യഭിചാരം നടത്തിയവനാ. എവിടെ വെച്ചാ വ്യഭിചാരം നടത്തിയവരെന്നറിയോ? കള്ളുകുടിച്ചവരെ മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട്, പടച്ചവനെ കള്ളുകുടിക്കുന്നവരുണ്ടോ, പടച്ചവനെ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ? അവനവന്റെ ഉമ്മയതാ വ്യഭിചരിച്ചവനാ. എവിടെ വെച്ചാ വ്യഭിചരിച്ചതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ഫിൽ കഅബതി, പടച്ചവനെ കോടിക്കണക്കാന ജനങ്ങളുണ്ടല്ലോ, എല്ലാവരും ആ കണ്ണുകൊണ്ട് കാണാൻ കൊതിക്കുന്ന കഅബ, തവാഫ് ചെയ്യാൻ കൊതിക്കുന്ന കഅബ, ലബ്ബൈക പറയാൻ കൊതിക്കുന്ന കഅബ, എല്ലാവരും വെറുതെ ഒന്ന് നോക്കിയിരിക്കാൻ കൊതിക്കുന്ന കഅബ. മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, 3 കാര്യങ്ങളിലേക്ക് ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവരെ വെറുതെ നോക്കിയിരുന്നാൽ അത് വല്ലാത്ത പ്രതിഫലമാ. നബി തങ്ങൾ ആദ്യമായി പറയുന്നതേതാ? കറുത്ത കഅബയുണ്ടല്ലോ വാപ്പമാരെ, കറുത്ത കഅബയുണ്ടല്ലോ വാപ്പമാരെ, കറുത്ത കിസ്വയണിച്ച കഅബയുണ്ടല്ലോ, ആ കഅബയിലേക്ക് വെറുതെ ഒന്ന് നോക്കിയിരുന്ന കഴിഞ്ഞാ അത് വല്ലാത്ത പ്രതിഫലമാ. ഇവിടെ നിന്ന് ഉംറയ്ക്ക് പോകുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ, ഉംറയ്ക്ക് പോകുന്ന സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയുകയാ, ആ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലേക്ക് കടന്നു ചെല്ലുമല്ലോ, നിങ്ങൾ ആദ്യത്തെ ഉംറ കഴിയുമ്പോ റൂമിൽ വന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ സമയങ്ങൾ കളയല്ലേ. ആകെ ഒരു 10 ദിവസമാ കിട്ടുന്നത്. 80,000 കൊടുത്തിട്ട്, 70,000 കൊടുത്തിട്ട്, 65,000 കൊടുത്തിട്ട് ഹറമിലേക്ക് പോകുന്നവരോട് പറയുകയാ, റൂമിലിരുന്ന് കൊണ്ട് നിങ്ങളുടെ സമയങ്ങൾ കളയല്ലേ വാപ്പാ. വെറുതെ ഒന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ അത് വല്ലാത്ത പ്രതിഫലമാ. ഇവിടെ ഇരിക്കുന്ന 100 കണക്കാന പാവങ്ങൾക്ക് കഅബ കാണാ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാള് പടച്ചവനെ കള്ളു കുടിച്ചു കഴിഞ്ഞാ അവനതാ നഊദു ബില്ലാഹ് പരിശുദ്ധമാകപ്പെട്ട കഅബയിൽ വെച്ച് ഉമ്മയെ വ്യഭിചരിച്ചവനാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, കള്ളു കുടിച്ചവരെ, MDMA അടിച്ചവരെ, പാൻപരാഗ് ഉപയോഗിച്ചവരെ, കൂള് വെച്ചവരെ, ഹാൻസ് വെച്ചവരെ, ഹശീഷ് അടിച്ചവരെ, സിറിഞ്ച് വരെ ലഹരി മരുന്ന് ഉപയോഗിച്ചവരെ, അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു. അറിയാതെ ചെയ്തതാണല്ലാ, നീ അല്ലാതെ വേറെ ഒരാളുമില്ല അല്ലാ. പൊറുക്കണേ നാഥാ, പൊറുക്കണേ അല്ലാ. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നത്, അൽഹംദുലില്ലാഹ്, തിന്മകളിൽ നിന്ന് ആരെങ്കിലും ഒരാ മാറിക്കഴിഞ്ഞാ ഇൻഷാ അല്ലാഹ് അവൻ ഈമാനോടെ മരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കണവരാരാ? വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കണവരാരാ? കള്ളുകുടിയിൽ നിന്ന് മാറി നിൽക്കണവരാരാ?
അവർ ഈമാനോടെ മരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് പറയാ, തിന്മകൾ ചെയ്യാത്ത ആരുണ്ടാവില്ല, ഹറാമുകൾ ചെയ്യാത്ത ആരുണ്ടാവില്ല. എല്ലാവരും ചിലപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു 18 വയസ്സായി 20 വയസ്സായി ചിലപ്പോ നമുക്കറിയാത്ത പ്രായത്തിൽ നമ്മളൊക്കെ അറിയാതെ തിന്മകൾ ചെയ്തവരായിരിക്കും. പാതിരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ നമ്മൾ ആരും കാണാതെ തിന്മകൾ ചെയ്തവരായിരിക്കും. അടുത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാ? അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരാരെയാ? അത് തൗബ ചെയ്തവരാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല. നമ്മളൊക്കെ ആദം സന്തതികളാ, എല്ലാവരും തിന്മ ചെയ്യണവരാ. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു പൊറുക്കും. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ റാഹത്തിലാക്കണേ റഹ്മാനെ, നീ ഖൈർ നൽകണേ റഹ്മാനെ. അവർ ഈമാനോടെ മരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് എല്ലാ ആളുകളും പിഴക്കണത് എങ്ങനെ? ഇന്ന് എല്ലാ ആളുകളും പിഴക്കണത് എങ്ങനെ? നമ്മളൊക്കെ ഈ വയലിന് ചെല്ലുന്ന സമയത്ത് പല ഉമ്മമാരും പറയുന്ന പരാതി, ഉസ്താദേ മക്കള് പിഴച്ചു ഉസ്താദ് ദ്വാരക്കണം, മക്കള് പിഴച്ചു ഉസ്താദ് ദ്വാരക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയാ, ചെറുപ്പത്തിലെ മക്കളെ പിടിക്കാൻ കഴിയണം, ചെറുപ്പത്തിലെ മക്കളെ പിടിക്കാൻ കഴിയണം. പിടിക്കാൻ കഴിയുന്ന ഞാൻ പറഞ്ഞേ, അവരെ നേരെ ചൊവ്വേ സ്റ്റാൻഡിൽ നമ്മൾ കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, മക്കളെ ഒന്ന് ഉപദേശിക്കാൻ, ഒന്ന് പേടിപ്പിറ്റി വെച്ച വാപ്പമാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ആരിലുണ്ടോ? ഇവിടെ ഗുണ്ടകൾ കുറവാ. മക്കളെ ഒന്ന് തല്ലുണ്ട് ഒരാൾ. ഇനിയുണ്ടോ? ഇനിയുണ്ടോ? മക്കളെ തല്ലാൻ വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കൈവക്കി. ആരെങ്കിലും ഉണ്ടോ? ഒരു വാപ്പുള്ള അള്ളാഹു ആ വാപ്പാക്ക് അള്ളാഹു ഹാഫിദ്. 2 അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഇനിയുണ്ടോ? ഇനി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വീട്ടിൽ മക്കളെ ഒന്ന് തല്ലാൻ വേണ്ടി ഒരു വടിയെങ്കിലും വെട്ടിവെച്ചാൽ അതിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് അടിക്കണം കൊല്ലണം എന്നൊന്നുമല്ല പറയണേ. നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ ചില വാപ്പമാർക്ക് മക്കളെ പേടിയാ. അള്ളാഹു കാത്ത്. എന്റെ റൂമിൽ വന്നിട്ട് ഒരു വാപ്പ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വീട്ടിൽ പോകാൻ പേടി ഉസ്താദേ. അതെന്താ? എന്റെ മക്കളെ എനിക്ക് പേടി ഉസ്താദേ. അള്ളാഹു കാത്ത്. അതിലും നല്ല ചങ്ങാതിന്റെ റൂഹ് പിടിക്കണേ. അള്ളാഹു നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ ഉമ്മമാരോട് വടി വെട്ടി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണില്ല. ഉമ്മമാർക്ക് വടിയൊന്നുമല്ല, സ്റ്റമ്പ് മടല് അതും ഇതൊക്കെ ആയിരിക്കും ഉമ്മമാര് തല്ല ഉപയോഗിക്കുക. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു നൽകുമാറാവട്ടെ. ഹറാമിൽ നിന്ന് മാറി നിൽക്കണവരാരാ? അള്ളാഹുവേ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. അല്ലാഹു നീ കബൂലാക്ക റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഞാൻ പറയാ, തിന്മകൾ ചെയ്ത് നമ്മുടെ മക്കളുടെ ജീവിതം പോവല്ലേ? അല്ലാഹ് നാളെ ചോദിക്കൂലേ? അല്ലാഹ് കൈ തന്നില്ലേ? അല്ലാഹ് കാല് തന്നില്ലേ? അല്ലാഹു ചെവി തന്നില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് അതാ പറയുകയാ, പടച്ചവനെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രിയമുള്ളവരെ, വേൾഡ് കപ്പ് കടന്നു വന്നപ്പോ അവിടെ ആ ഖത്തറിൽ എന്റെ പ്രിയമുള്ളവരെ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഉദ്ഘാടിച്ചത് എങ്ങനെയാ? അത് ഖുർആനിലെ മനോഹരമാകുന്ന വാക്യങ്ങൾ കൊണ്ടാ, ആയത്തുകൾ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അതാ കണ്ടവരാ, നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ആക്കിയവരാ. അതിന്റെ അർത്ഥം ഏതാ? അതിന്റെ തഫ്സീർ ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ പറയുമ്പോ ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ട ആയത്താ, നമ്മളെല്ലാവരും അതാ ചൊല്ലേണ്ട ആയത്താ. ദുആ ഏതാ? സൂറത്തേതാ? ആയത്തേതാ? 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുള്ള, ഒരുപാട് വിധികളുള്ള, ഒരുപാട് കഥകളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹു പടച്ച തമ്പുരാ നിരവധി തവണയതാ ജനങ്ങളോട് പറയുകയാ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹ് പറയുകയാ, കൈ തന്നില്ലേ, കാല് തന്നില്ലേ, ചെവി തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, മൂക്ക് തന്നില്ലേ, എന്നിട്ടെന്തേ അള്ളാനെ മറന്നതെന്തേ?
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, എത്രയോ സഹോദരങ്ങളാണ് പടച്ചവനെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ പടച്ചവനെ ഏതെങ്കിലും സ്ഥലങ്ങളിലുള്ള കാമുകിമാരെ അതാ ഫോണിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ട് ചാറ്റുന്നവരോട് പറയുകയാ, ഇസ്രായേലിന്റെ പ്രിയമുള്ളവരെ കടന്നു വന്ന് പിടിച്ചാൽ അത് തിന്മയാണ് വാപ്പാ. അല്ലാഹു തന്ന കൈ കൊണ്ട് ഹറാമ് ചെയ്യുന്നവരെ, അല്ലാഹു തന്ന കാല് കൊണ്ട് തിന്മകൾ ചെയ്യുന്നവരെ, അല്ലാഹു തന്ന നാവ് കൊണ്ട് അദാബുകൾ ചെയ്യുന്നവരെ പാടില്ല, പാടില്ല. ഒരു ചരിത്രത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടക്കുകയാ. പടച്ചവനെ വർഷങ്ങൾക്ക് മുമ്പ് പടച്ചവനെ ചാവക്കാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂർ ജില്ലയില് ചാവക്കാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 6 കൊല്ലം മുമ്പ് അല്ലാഹുവേ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നതാ. അസ്രായേൽ കടന്നു വന്ന് റൂഹ് പിടിച്ച രംഗമുണ്ടല്ലോ, പത്രങ്ങളിൽ കണ്ടതാ. നല്ല മരണം തരണേ അല്ലാ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സൗഭാഗ്യം തരണേ അല്ലാ. ഒരു ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഒരു മനോഹരമാകുന്ന ചരിത്രമാ, മദ്രസകളിൽ പഠിച്ച ചരിത്രമാ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, മദ്രസകളിൽ നിങ്ങൾ പഠിച്ച ചരിത്രമാ. ഒരു 3 ചെറുപ്പക്കാര് ഒരു ഗുഹയ്ക്കകത്തിന്റെ പ്രിയമുള്ളവരെ അടഞ്ഞുപോയൊരു ചരിത്രമാ. അല്ലാഹുവേ പഠിക്കാനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ. 3 പേരെന്റെ പ്രിയമുള്ളവരെ നടന്നു പോകുകയാ, ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുകയോ. അവരെന്റെ പ്രിയമുള്ളവരെ നടന്നു പോകുമ്പോ വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ അനുഭവിക്കുകയാ. അവര് 3 പേരും എന്റെ പ്രിയമുള്ളവരെ നോക്കുമ്പോ ഒരു ഗുഹ കാണുകയാ. ആ ഗുഹയ്ക്കകത്തേക്ക് പടച്ചവനെ കേറുകയാ. 3 പേരും അതാ ഗുഹയ്ക്കകത്തേക്ക് കേറുമ്പോ ആ ഗുഹയുടെ വാതിലിന്റെ പ്രിയമുള്ളവരെ അടഞ്ഞു പോകുകയാ. 3 പേരും അതാ പേടിച്ചു പോകുകയാ. ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? പടച്ചവനെ ആരാ രക്ഷിക്കുന്നത്? ആരാ സഹായിക്കുന്നത്? ആരാ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? അല്ലാ. ആ 3 പേര് പേടിച്ച് വിറങ്ങലിച്ചു കൊണ്ടിരിക്കുമ്പോ 3 പേരിൽ ഒരാളിങ്ങനെ പറയുകയാ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തവരാണല്ലോ, എന്നാലും അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും എല്ലാം നന്മകളുണ്ടല്ലോ നമ്മൾ ചെയ്തവരാ. ആ നന്മകള് ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യാ. ഇൻഷാ അല്ലാഹ് നമ്മുടെ തൗബ കാരണമായിട്ട് ഈ വാതിലുണ്ടല്ലോ തുറയുന്നതാ. 3 പേരും അതാ തയ്യാറെടുക്കുകയാ. ആദ്യത്തെ ആളുണ്ടല്ലോ 2 കരങ്ങൾ പടച്ചവനിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, ഞാൻ എന്റെ മാതാപിതാക്കളെ ഉണ്ടല്ലോ വല്ലാതെ സ്നേഹിച്ചവനാ. ഞാൻ എന്റെ ഉമ്മയുണ്ടല്ലോ വല്ലാതെ സ്നേഹിച്ചവനാ. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, മാതാപിതാക്കളെ വെറുപ്പിക്കല്ലേ, ഉമ്മയെ വെറുപ്പിക്കല്ലേ, വാപ്പയെ വെറുപ്പിക്കല്ലേ. ഞാനും നിങ്ങളുമുണ്ടല്ലോ പടച്ചവനെ ജോലികൾ ചെയ്യുന്നവരാ. ഇവിടെ ഇരിക്കുന്ന 99% ആളുകള് കടലിൽ പോയി ജോലി ചെയ്യുന്നവരാ. നിങ്ങളാ കടലിൽ പോകുമ്പോ, നിങ്ങളതാ മത്സ്യബന്ധനത്തിന് പോകുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് പറഞ്ഞിട്ട് പോകടേ, ദുആ ചെയ്യാൻ പോകടേ. അല്ലാഹുവേ അപകടങ്ങൾ കൊടുക്കല്ല അല്ലാ. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പഠിച്ചവര് കടലിൽ പോയി ജോലി ചെയ്യുന്നവരാ. അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലോ, ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലോ, ദുരന്തങ്ങൾ കൊടുക്കല്ലേ അല്ലോ. നാദാ സംരക്ഷണങ്ങൾ കൊടുക്കണേ അല്ലാ. അയാൾ ഇങ്ങനെ പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഞാൻ എന്റെ ഉമ്മയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാ. ഞാൻ എന്റെ വീട്ടില് ഭക്ഷണങ്ങൾ തയ്യാറാകുമ്പോ എന്റെ ഉമ്മാക്ക് കൊടുക്കാതെ ഞാൻ എന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് പോലും ഉണ്ടല്ലോ കൊടുക്കൂല അല്ലാ. ഒരു ദിവസം ഞാനതാ ഭക്ഷണവുമായി കടന്നു വരുമ്പോ, ഒരു ദിവസം ഞാനതാ വെള്ളവുമായി കടന്നു വരുമ്പോ എന്റെ ഉമ്മയതാ ഉറങ്ങുകയാ.
എന്റെ ഉമ്മയതാ എണ്ണീക്കുന്നത് വരെ, എന്റെ ഉമ്മ എണ്ണീക്കുന്നത് വരെ അല്ലാ ഞാനാ ഉമ്മയുടെ ചാരത്ത് ഭക്ഷണവുമായിട്ട് നിന്നു. അല്ലാ പടച്ചവനെ കബൂലാക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ നിന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ, ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുമ്പോ ആ ഗുഹയുടെ വാതിലുണ്ടല്ലോ കുറച്ച് തുറക്കുകയാ. പടച്ചവനെ രണ്ടാമത്തവൻ കടന്നു വരികയാ, രണ്ടാമത്തവൻ കടന്നു വരികയാ, രണ്ട് കരങ്ങൾ ഉയർത്തുകയാ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ ഞാനൊരു ജോലി ചെയ്യുന്നവനാ, എനിക്കൊരു തൊഴിലാളിയുണ്ടല്ലോ, അയാൾ ജോലി ചെയ്തതിന് ശേഷമുണ്ടല്ലോ അയാൾ അതിന്റെ വേതനം വാങ്ങിയില്ല അല്ലാ, അയാൾ അതിന്റെ കൂലി വാങ്ങിയില്ല അല്ലാ, അയാൾ വീട്ടിലേക്ക് പോകുകയാ, വർഷങ്ങളോളം വന്നില്ല, അയാൾക്ക് കൊടുക്കേണ്ട വേതനമുണ്ടല്ലോ. ഞാനതാ ഒരുപാട് മാടുകളെ വാങ്ങുകയാ, ഒരുപാട് ഒട്ടകങ്ങളെ വാങ്ങുകയാ, ഞാനതാ മാടുകളെ വാങ്ങുകയാ. വർഷങ്ങൾ കഴിയുമ്പോ ഈ തൊഴിലാളി എന്റെ ചാരത്തേക്ക് കടന്നു വരികയാ, എന്നോടാ വേതനം ചോദിക്കുമ്പോ ഞാനാ ആടുകളെയുണ്ടല്ലോ മാടുകളെയുണ്ടല്ലോ അദ്ദേഹത്തിന് കൊടുക്കുകയാ. അത് അദ്ദേഹത്തിന്റെ സമ്പത്താ, അദ്ദേഹം അതുമായിട്ട് പോകുകയാ. പടച്ചവനെ ഞാൻ ചെയ്തത് നന്മയാണെങ്കിലോ ഈ വാതിൽ തുറക്കണേ അല്ലോ. രണ്ടാമത്താള് ദുആ ചെയ്യുമ്പോ, രണ്ടാമത്താള് ദുആ ചെയ്യുമ്പോ പടച്ചവനെ വാതിലുണ്ടല്ലോ കുറച്ച് തുറക്കുകയാ. മൂന്നാമത്താള് കടന്നു വരികയാ, രണ്ട് കരങ്ങൾ ഉയർത്തുകയാ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ ഞാനൊരു പെണ്ണിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ, ആ പെണ്ണിനെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുവരികയാ, ഒരു മുറിയിലേക്ക് കയറുകയാ. അല്ലാ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈവെക്കാതെ പോകുമ്പോ ആ പെണ്ണ് സമ്മതിക്കുന്നില്ല. അവസാനം ആ പെണ്ണിനെ കൊണ്ട് നിർബന്ധിക്കുകയാ, ആ പെണ്ണിനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈവെക്കുമ്പോ ആ പെണ്ണിനോട് പറയുകയാ, ഇത്തഖുല്ലാ ഇത്തഖുല്ലാ, അല്ലാഹുവിനെ പേടിയില്ലടാ. ആ പെണ്ണിനോട് ചോദിക്കുകയാ, നിനക്കല്ലാഹുവിനെ പേടിയില്ലടാ, നിനക്കല്ലാഹുവിനെ ഭയമില്ലടാ, നിനക്കല്ലാഹുവിനെ ഭയമില്ലടാ എന്നതാ ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരനതാ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കൈയെടുക്കുകയാ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. വ്യഭിചാരത്തിൽ നിന്ന് മാറിയല്ലോ, തിന്മയിൽ നിന്ന് മാറിയല്ലോ, പടച്ചവനെ പൊറുക്കണേ അല്ലാ. നാദാ ഈ വാതില് തുറക്കണേ അല്ലോ. മൂന്നാമത്തവനതാ ദുആ ചെയ്തപ്പോ ആ വാതില് പടച്ചവനെ മുഴുവനായിട്ടും തുറന്നു വന്ന് ചരിത്രങ്ങൾ പറയുമ്പോ മൂന്നാമത്തവന്റെ ദുആ ഏതാ? തിന്മയിൽ നിന്ന് മാറി നിന്നവനാ, ഹറാമിൽ നിന്ന് മാറി നിന്നവനാ, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നവനാ. അതുകൊണ്ട് പറയുകയാ, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അത് തൗബ ചെയ്യുന്നവരെ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മൂന്ന് പേര് ദുആ ചെയ്തു. ആ മൂന്നാമത്തവൻ ചെയ്ത തെറ്റെന്താ? വ്യഭിചരിക്കാൻ പോയി, വ്യഭിചാരത്തിൽ നിന്നും മാറി നിന്നു. ആ ഒറ്റ കാരണം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഗുഹയുടെ മുടി മുഴുവനായിട്ടും മാറിയെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ അതാ പറയണേ, തിന്മയിൽ നിന്നും മാറി നിൽക്കണവരാരാ? അല്ലാഹുവേ, അവർ ഈമാനോടെ മരിക്കുന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ, റഹ്മത്തിലാക്കണേ റഹ്മാൻ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം വഅദിന് കൂടി എത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇവിടെ വഅദിന് കൂടി എത്രയോ പേര് മരണപ്പെട്ടിട്ടുണ്ട്. 58 കൊല്ലമായി ഇവിടെ തുടങ്ങിയിട്ട്. ഈ 58ഓളം വരുന്ന കൊല്ലത്തിന്റെ ഇടയിൽ ഇവിടെ വഅദ് പറയാൻ വന്ന എത്രയോ ഉസ്താദന്മാര് ഇന്ന് ഖബറിൽ ഉണ്ടാവും. അല്ലാഹുവേ, അവരുടെ മണ്ണർ നീ മണിയറയാക്കണേ റഹ്മാനെ, സ്വർഗ്ഗം നൽകണേ. മരണം ഏത് സമയത്തും വരാം. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന
ഇടുക്കി ജില്ലയിൽ തൊടുപുഴയില് പാലമല എന്ന് പറയുന്ന പള്ളി. ഞങ്ങളുടെ ഒരു പുതു മുസ്ലിം ഉണ്ട്, അൻസാരി എന്ന പേര്. അള്ളാഹുവെ അവന്റെ ഖബർ നീ വിശാലാക്കണേ അല്ലാ, സ്വർഗം നൽകണേ റഹ്മാനെ, 2 മക്കളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. എന്റെ റൂമിൽ ഒരു ദിവസം വന്നിട്ട് കരഞ്ഞിട്ട് പറയും, സാറേ എന്റെ തലയിൽ ഒരു മുഴയുണ്ട് സാറേ, എനിക്ക് വേറെ ആരുമില്ല സാറേ, നിങ്ങളൊക്കെ ഒന്ന് പള്ളിയിൽ പറഞ്ഞ് സഹായിച്ചാൽ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്റെ 2 മക്കൾ രക്ഷപ്പെടും ഉസ്താദെ. ഞങ്ങൾ അവസാന കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിച്ചു, ഒരു നല്ല ഫണ്ട് എടുത്തിട്ട് ആ സഹോദരനെ തമിഴ്നാടിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി വിടാം. അള്ളാഹുവേ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന്, കൊടിയേറ്റിന്റെ അന്ന് ഞാൻ പള്ളിയിൽ വന്ന സമയത്ത് എന്റെ റൂമിൽ വന്നിരുന്ന് കണ്ട് ചിരിച്ചിട്ട് പോയവനാ. അന്ന് വൈകുന്നേരം അസറിന് എന്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചിട്ട് പറയും, സാറേ അൻസാരി തളർന്നു വീണു ഉസ്താദെ, അൻസാരി തളർന്നു വീണു ഉസ്താദെ, അൻസാരി തളർന്നു വീണിട്ട് ഹോസ്പിറ്റലിലാണ് ഉസ്താദെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ തിരക്കുമ്പോ തലയിലുള്ള ഞരമ്പുകൾ മുഴുവനും പൊട്ടിപ്പോയി, തലയിലുള്ള ഞരമ്പുകൾ ഏകദേശം മുഴുവനും പൊട്ടിപ്പോയി. അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, പിരിവെടുത്തിട്ട് ആ സഹോദരൻ ട്രീറ്റ്മെന്റ് ചെയ്യാം. 2 ദിവസം ആ സഹോദരൻ ഹോസ്പിറ്റലിൽ കിടന്ന് ആ സഹോദരൻ ഇന്നാലില്ല, ആ സഹോദരൻ വിട പറഞ്ഞു പോയി. അള്ളാഹു ആ സഹോദരന്റെ ഖബർ നീ വിശാലാക്കണേ റഹ്മാനെ. അവസാനം പള്ളിയിൽ പിരിവെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? അൻസാരിയുടെ മയ്യത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ അടക്കേണ്ടി വന്നു. പള്ളിയിൽ സെക്രട്ടറിയും പ്രസിഡന്റും ഞാനും എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവർ ഓടി നടന്നിട്ട് ആ പൈസ പിരിച്ചെടുത്തിട്ട് ആ സഹോദരന്റെ മയ്യത്ത് കൊണ്ട് പള്ളിയിൽ ഖബറടക്കി. അള്ളാഹുവേ, അതാ മരണം എന്ന് പറയണേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാഹു ഞങ്ങളുടെ മരണം നന്നാക്കണേ റഹ്മാനെ. രണ്ടാമത്തേതാ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന 2ാമത്തെ വിഭാഗം ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ 2ാമതായി പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 2ാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ഏതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ അല്ലാഹനെ ഓർക്കുന്നവരാരാ? അല്ലാഹനെ സ്മരിക്കുന്നവരാരാ? അല്ലാഹനെ ഓർക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയാണല്ലോ. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു മാറ്റമതാ കടന്നു വരേണ്ടതാ. എത്രയോ ഉമ്മമാര് നിറഞ്ഞിരിക്കുന്ന സദസാ, എത്രയോ വാപ്പമാരുള്ള സദസാ, എത്രയോ സെക്കൻഡുകള്, എത്രയോ മണിക്കൂറുകൾ എന്റെ പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, അള്ളാഹു തരുന്നുണ്ടല്ലോ. ആ സമയങ്ങൾ മുഴുവനും അതാ അള്ളാഹനെ ഓർക്കണമല്ലോ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈറുണ്ടല്ലോ, ഏതാണ് നബിയേ? മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ സ്മരിക്കലാ, ദിക്ർ ചൊല്ലലാ, അല്ലാഹുവിനെ ഓർക്കലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, എത്രയോ സഹോദരങ്ങള് പടച്ചവനെ സമയങ്ങൾ കിട്ടുമ്പോ ഫനാ പറയുന്നവരോട് പറയുകയാ, ഫസാദ് പറയുന്നവരോട് പറയുകയാ, നമീമത്ത് പറയുന്നവരോട് പറയുകയാ, യേശന് പറയുന്നവരോട് പറയുകയാ, ഒരു ദിവസം കടന്നു വരാനുണ്ട്, ഒരു ദിവസം കടന്നു വരാനുണ്ട്. ഇന്ന് രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ പടച്ചവനെ യേശന് പറയുന്ന പെങ്ങളെ, ഫിത്ന പറയുന്ന പെങ്ങളെ, കല്യാണം മുടക്കുന്ന പെങ്ങളെ, ഒരു ദിവസം കടന്നു വരാനുണ്ട് പെങ്ങളെ. അസ്റായിലും കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളും അതാ വിട പറയുകയാ, മരിക്കുകയാ. നമ്മളതാ മരിച്ചു കഴിഞ്ഞാൽ അഴിത്തല പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടല്ലോ, മിനാരത്തിലൂടെ എന്റെ പ്രിയമുള്ളവരെ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ്, ഇന്ന ആള് മരിച്ചിട്ടുണ്ട്, ഇന്ന ആള് വിട പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആള് വഫാത്തായിട്ടുണ്ട്, ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, ഇന്ന ഉസ്താദ് വിട പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഉമറാ വിട പറഞ്ഞിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. ജനാസയുടെ ചാരത്തേക്ക് സർവരും അതാ കടന്നു വരികയാ, ഉസ്താദന്മാരെ കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങളെ കടന്നു വരികയാ, അയൽവാസികൾ കടന്നു വരികയാ, ബന്ധുമിത്രാദികൾ കടന്നു വരികയാ.
വരികയാ, വിദേശത്തുള്ളവരെ കടന്നു വരികയാ. സർവരും അതാ ജനാസയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ ഓടി വരികയാ. ആരോ വന്ന് പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുകയാ, ആരോ വന്ന് പടച്ചവനെ വുളുവെടുപ്പിക്കുകയാ, ആരോ വന്ന് കഫം പടവയിൽ പൊതിയുകയാ, ആരോ വന്ന് അത്തറ് പൂശുകയാ. ജനാസയുടെ പ്രിയമുള്ളവരെ വീടിന്റെ ഉമ്മറ പടിയിലേക്ക് കൊണ്ടുവരികയാ. ഇവിടെ ഇരിക്കുന്ന ഖതീബ് ഉസ്താദ് ഉണ്ടല്ലോ, ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. നമ്മൾക്ക് വേണ്ടിയതാ ഈ ഉസ്താദിന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഒരു മയ്യത്തിനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വേദനയെടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴാണ് നബിയേ? മഹാനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ആയിഷ, ഒരു ജനാസക്ക് ഏറ്റവും കൂടുതൽ വേദനയെടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴെന്നറിയോ ആയിഷ? ഒരു ജനാസോ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകോ, വീടിന്റെ ഉമ്മറപ്പടിയിലൂടെ ഇറക്കുമ്പോ ഒരു ജനാസക്കും അതാ താങ്ങാൻ കഴിയൂല. ആയിഷ, അല്ലാഹുവേ, ഈ ബാലുള്ള മരണം തരടേ അല്ലോ. ആശികതാരമി മരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജനാസയുണ്ടല്ലോ പടച്ചവരെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവെക്കുകയാ. ഉസ്താദന്മാര് കടന്നു വരികയാ. ആലപ്പുഴ ജില്ലയിലോ പടച്ചവനെ പുന്നപ്രയിലെന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലോ എന്റെ ജനാസയതാ കൊണ്ടുവെക്കുകയാ. ജനാസ ഇങ്ങനെ എടുക്കുമ്പോ ആലപ്പുഴയിൽ കുറവന്തോടുള്ളോ മുസ്ലിം ജമാഅത്തിലേക്ക് എന്റെ ജനാസയുണ്ടല്ലോ കൊണ്ടുപോകാൻ പടച്ചവനെ ജനാസ ഇറക്കുമ്പോ എന്റെ ഭാര്യ കരയുകയാ, എന്റെ വാപ്പ കരയുകയാ, എന്റെ ഉമ്മ കരയുകയാ, കൂടപ്പറപ്പിനെ പോലെ കൂടെ വന്ന സഹോദരങ്ങൾ കരയുകയാ, സംഘാടകര് കരയുകയാ. എല്ലാവരും അതാ കരയുമ്പോ ഒരു ജനാസക്കും അതാ താങ്ങാൻ കഴിയൂല. ആയിഷ, പടച്ചവരെ എല്ലാവരും കരയുമ്പോ ചിരിക്കുന്ന ജനാസയാക്കടേ അല്ലോ. ജനാസയുടെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ആ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവനെ നിങ്ങളുടെ ജനാസയുണ്ടല്ലോ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്നതാ ആരോ മയ്യത്ത് നിസ്കരിക്കുകയാ, ആരോ കഫം പുടവയിൽ പൊതിയുകയാ, ആരോ കടബാധ്യതകൾ ഏറ്റെടുക്കുകയാ. അവിടെ നിന്ന് കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയാ, അഴിത്തലയിലെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാ. അതുകൊണ്ടാണ് തടവ ഉസ്താദ് പാടി പറയുന്നത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരോ മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ, ഖബറെന്ന് എഴുതി കാണിക്കുമ്പോ അറിയാതെ കരയണം വാപ്പാ, അറിയാതെ കരയണം ഉമ്മ. ഖബറിൽ എന്റെ പ്രിയമുള്ളവരെ പാമ്പുണ്ടല്ലോ, പാമ്പുള്ള ഖബറാണല്ലോ, തേലുള്ള ഖബറാണല്ലോ, ഞെരുക്കമുള്ള ഖബറാണല്ലോ, ഇടുക്കമുള്ള ഖബറാണല്ലോ, പാമ്പുകളുള്ള ഖബറാണല്ലോ, അദാബുകളുള്ള ഖബറാണല്ലോ. പടച്ചവനെ ഖബറിലേക്ക് മൂടുപലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ. എല്ലാവരും അതാ പിരിയുമ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ കടന്നു വരികയാ. അല്ലാഹ് അവിടെ
അവിടെ നിന്ന് കണ്ട് പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു പോകുകയാ. രണ്ടാമത്തെ ഊതൂതി കഴിയുമ്പോ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണല്ലോ, കിലോമീറ്റർ കണക്കാണ് ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിന്നുകൊണ്ട് പേടിക്കുകയാ. പടച്ചവനെ, സ്വർഗമാണോ നരകമാണോ അദാബാണോ ഹൗദുൽ കൗസറാണോ നന്മയുടെ പ്രതിഫലമാണോ തിന്മയുടെ പ്രതിഫലമാണോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുമ്പോ തിന്മകൾ ചെയ്തവരെ, നിമീമത്ത് പറഞ്ഞവരെ, ഏഷണി പറഞ്ഞവരെ, കല്യാണങ്ങൾ മുടക്കിയവരെ, നഊദു ബില്ലാഹ്, അവനെ അതാ അല്ലാഹ് പറയുകയാ തീജ്വാലയുള്ള നരകത്തിലേക്ക് വലിച്ചെറിയാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ അല്ലാഹനെ ഓർത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ അല്ലാഹനെ ഓർത്തു കഴിഞ്ഞാൽ അവർ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്ന നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേര് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹനെ ഓർക്കുന്നുണ്ട്? നമ്മളിൽ എത്ര പേര് അല്ലാഹനെ ഓർക്കുന്നുണ്ട്? ഞാൻ പറയാ, അല്ലാഹനെ ഓർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ദിക്റുകൾ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. റിഫായ് ശൈഖിന്റെ പേരിൽ നടത്തുന്ന മനോഹരമാകുന്ന പരിപാടിയാ. ഞാൻ നിങ്ങളോട് പറയാ, ദിക്റുകൾ എത്രത്തോളം ചെല്ലാൻ കഴിയോ അതിന്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലുക. ചില ഉമ്മമാരുടെ കയ്യിലൊക്കെ തസ്ബീഹുമാനുണ്ടോ? ഇപ്പൊ തസ്ബീഹുമാനെ കൊഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും എന്താ ഡിജിറ്റല് കൊണ്ടുവരാം. ഈ ഡിജിറ്റല് കൊണ്ട് ചില ഉമ്മമാരൊക്കെ ഉണ്ട് വീട്ടിൽ സുബ്ഹാനല്ലാഹ് 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 5 ചെല്ലും, ഒരു 500 ചെല്ലും. 501 ഇപ്പൊ കണ്ടില്ലേ ആമിനയുടെ വീട്ടിൽ മറ്റേ മേടിച്ചു എന്ത് ചെയ്യും? ഇങ്ങനെ നമീമത്ത് പറഞ്ഞ ഒരു നെക്ക അങ്ങനെയൊക്കെ ഇട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാ, അല്ലാഹനെ ഓർക്കുന്നവരാരാ, അല്ലാഹനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ഈമാനോടെ മരിക്കുന്ന നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേരുണ്ട് ഒരു ദിവസം ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലി? എത്ര പേര് നമ്മുടെ കൂട്ടത്തിണ്ട്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളിൽ എത്ര പേരുണ്ട് ഒരു ദിവസം ഒരു 100 ഇസ്തിഗ്ഫാർ പോട്ടെ, ഒരു 10 ഇസ്തിഗ്ഫാർ ഇല്ലെന്ന് എത്ര പേര് നമ്മുടെ കൂട്ടത്തിണ്ട്? നമുക്കിന്ന് തെറ്റുകൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരാവേശമായി അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഹറാമ് ചെയ്താൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നല്ല. ഹറാമുകൾ ചെയ്താൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നല്ല. ഇപ്പൊ ഞാൻ പറയാ, ഔറത്ത് മറക്കുക, ഔറത്ത് കാണിച്ചു നടക്കുക, അതൊരു വലിയ തെറ്റാ. ഇന്ന് എത്രയോ പേര് യൂട്യൂബിലൂടെ ബ്ലോഗ് ചെയ്യണം, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ ശരീരം കാണിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യണം. എത്ര പേര് അള്ളാഹു കാത്തിരിക്കും മറവട്ടെ, അള്ളാഹു ഈമാൻ നൽകും മറവട്ടെ. ഔറത്തിന്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലും മറക്കാൻ പാടില്ല. ദിക്റുല്ലാഹ്, അള്ളാഹനെ ഓർക്കുന്നവരാരാ, അള്ളാഹനെ സ്മരിക്കുന്നവരാരാ, അവർ ഈമാനോട് കൂടി മരിക്കുന്ന. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ഇവിടെ ഏകദേശം 99% ആളുകളും കടലിൽ പോയി ജോലി ചെയ്യണവരാ. ഒരു വക്കത്ത് നിസ്കാരം പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളൂ, നിങ്ങളൊക്കെ നേരിട്ട് കാണുന്നവരാ. നിങ്ങളുടെ കൂടെ രാവിലെ സുബഹി ചിലപ്പോൾ വള്ളത്തിൽ പണിയെടുക്കാൻ വന്നവരായിരിക്കും. ഉച്ചക്ക് ബാങ്ക് വിളിച്ചു, കൃത്യമായിട്ട് ആ വള്ളത്തിന്റെ അകത്ത് നിസ്കരിക്കണ എത്രയോ വാപ്പമാര്, എത്ര ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിസ്കാരം ശീലമായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണേ. നിസ്കാരം ശീലമായി കഴിഞ്ഞാൽ, നിസ്കാരം എല്ലാ ദിവസവും കൃത്യമായി നിർവഹിച്ച് കഴിഞ്ഞാൽ, അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടക്കാൻ തോന്നൂല. ഒരു 10 ദിവസം നിങ്ങൾ സുബൈക്ക് കറക്റ്റ് എണ്ണീറ്റൊക്കെ 11ാമത്തെ ദിവസം നമുക്ക് എണ്ണീക്കാതിരിക്കാൻ കഴിയൂല. മഹാനാകുന്ന നബി തങ്ങൾ പറയുന്നുണ്ട്, ഉസ്താദന്മാര് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കരിക്കാൻ എണ്ണീച്ചില്ലെങ്കിൽ അവന്റെ ചെവിയിൽ ഇബ്ലീസ് മൂത്രൊഴിച്ചെന്ന, അവന്റെ ചെവിയിൽ ഇബ്ലീസ് മൂത്രൊഴിച്ചെന്ന. അപ്പൊ ചില ആളുകൾ പറയും, ഉസ്താദേ എന്നാ ഞങ്ങളുടെ ചെവി ഉസ്താദേ സെറ്റിട്ടാൻ കാര്യം ഇബ്ലീസിന്റെ. കാരണം എന്താ? നമ്മൾ സുബഹി ചിലപ്പോൾ നിസ്കരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അള്ളാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകും മറവട്ടെ. ചില ആളുകളൊക്കെ വന്നിട്ട് പറയും, ഉസ്താദേ മീൻ പിടിക്കാൻ പോയി, ബർക്കത്തില്ല. എപ്പം ചോദിച്ചാലും ബർക്കത്തില്ല. സുബഹി നിസ്കരിക്കാതെ മീൻ പിടിക്കാൻ വിട്ട് കാര്യമുണ്ടോ? ഇല്ല. സുബഹി നിസ്കരിക്കാതെ മീൻ പിടിക്കാൻ വിട്ട് കാര്യമുണ്ടോ? ഇല്ല. എല്ലാവർക്കും മത്സ്യം വേണം, വേണ്ടേ? മത്സ്യം വേണ്ടേ? ഇപ്പൊ ഇതില് കടലിൽ പോകണമെന്ന് കൈവക്കിയപ്പോ കടലിൽ പോണവര് ധൈര്യത്തിൽ പിരിക്കാനൊന്നല്ല, ഒന്ന് കൈവക്കിയപ്പോ കടലിൽ പോകണമെന്ന് കൈവക്കിയപ്പോ ഏകദേശം എല്ലാവരും കടലിൽ പോണവരാ. ഇനി ബാക്കിയുള്ള ജോലിക്കാർ എല്ലാവർക്കും, നിങ്ങളും കടലിൽ പോകണ്ട,
ഇപ്പോഴും ഉണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ഇപ്പൊ ഞാൻ പഠിച്ചത് കോഴിക്കോട് ജില്ലയിൽ ചാലിയം ആ പള്ളിയിലാണ് ഞാൻ പഠിച്ചത്. ചാലിയത്ത് സിദ്ദീഖ് കോളേജിൽ ഞാൻ പഠിച്ചത്. എനിക്ക് ഭക്ഷണം തന്ന ചില വീട്ടുകാരൊക്കെ കടലിൽ പോണവരാ. അപ്പൊ എനിക്ക് നിങ്ങളുടെ എന്റെ വാപ്പ മീൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രയാസം മനസ്സിലാവും. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മീൻ വേണം. ഈ മീൻ കിട്ടാൻ വേണ്ടി ഏത് കിറാമുകളും അല്ലണ്ടേ, മീൻ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതിക്കറല്ലേ അവസാനം വരുന്ന പറഞ്ഞ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ പള്ളത്തിലാണെങ്കിൽ ദുഹർ നിസ്കരിക്കാൻ നിങ്ങൾ മറക്കല്ലേ, അസ്ർ നിസ്കരിക്കാൻ നിങ്ങൾ മറക്കല്ലേ, സുബഹി നിസ്കരിക്കാതെ നിങ്ങളൊരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇനി കടപ്പുറത്തൊരു മുസല്ലം കേട്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്കരിക്കാൻ പഠിക്കണേ. ഈ സുബഹി നിസ്കരിക്കാതെ പോയാൽ അതിന് ബറക്കത്ത് ഉണ്ടാകൂല. തഴവ ഉസ്താദിന് അല്ലാഹു മർക്കദ ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് നീ പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് നീ പരമസുഖത്തിലേ. ബറക്കത്ത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ മതി. സുബഹി നിസ്കരിച്ചിട്ട് നിങ്ങൾ ആ സുബഹിക്ക് ശേഷം നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് നൽകൂല. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന് അല്ലാഹു മർക്കദ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ ഓർക്കുന്നവരാരാ, അല്ലാഹുവിനെ സ്മരിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ഈമാനോടെ മരിക്കുന്ന. ഞാൻ പറഞ്ഞു വന്നേ, ഒരു ദിവസം ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും ചെല്ലാൻ കഴിയണം. നമ്മൾ തെറ്റുകളൊന്നും ചെയ്തിട്ടുണ്ടാവൂലായിരിക്കും, പക്ഷെ ഏറ്റവും നല്ലൊരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. എങ്ങനെ അധികരിപ്പിക്കുക? ഏറ്റവും നല്ലൊരു ദുആയാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പണ്ഡിതന്മാര് പറയുന്നത് കാണാം, ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പോലും പണ്ഡിതന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു. ആരെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ഇറന്നു കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പോലും മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഹസൻ ബസീർ റളിയല്ലാഹു അൻഹു മനോഹരമാകുന്ന ചരിത്രമുണ്ട്. അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഒന്നും കൂടി പ്രത്യേകം പറയാം, ഉമ്മമാരെ എത്രയോ സമയം നിങ്ങൾക്ക് വെറുതെ ഉണ്ട്. ഈ ഓൺലൈൻ മജ്ലിസിലൊക്കെ ഇരുന്ന് സമയങ്ങളെന്ന് ഉമ്മമാരോട് പറയാം. ഇപ്പൊ ഓൺലൈൻ മജ്ലിസ് ഇരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ഇരുന്നോ, പ്രശ്നമൊന്നുമില്ല. ഏതാ നല്ലത് ഏതാ കൊള്ളാത്തത് എന്ന് നോക്കിയെടുക്കാൻ ഒരു മനസ്സിന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. ചതിക്കുഴിയിൽ വീഴല്ലേ, പെട്ടുപോകല്ലേ. അല്ലാഹു കാത്തിരിശുകുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ചില ഉമ്മമാരൊക്കെ രാവിലെ ഈ കുക്കറിന് വിസിലടിക്കുന്ന ഭാഗത്തായിരിക്കും ഈ മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടാകുക. ഇപ്പൊ ഒരാൾ എന്നോട് സങ്കടം പറഞ്ഞു, ഉസ്താദെ ഞാൻ എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ചിട്ട് വരും, എന്റെ ഭാര്യ എനിക്കൊരു കട്ടൻ ചായ തരും ഉസ്താദെ. ഇപ്പൊ കുറെ ദിവസം, ഇപ്പൊ കുറച്ചാൾക്ക് മുമ്പ് പറഞ്ഞ ഉസ്താദെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് കട്ടൻ ചായ തരണില്ല. എന്താ കട്ടൻ ചായ തരാത്ത? തേയിലപ്പൊടി തീർന്നിട്ടാ, ഞാൻ മേടിച്ചരാം. ഒന്നുമില്ല ഉസ്താദെ. പഞ്ചസാര തീർന്നിട്ടാ, അതുമല്ല ഉസ്താദെ. പിന്നെ അത് ഗ്യാസ് തീർന്നിട്ടാ, അതുമല്ല ഉസ്താദെ. പിന്നെന്താ ഉസ്താദെ, ഏതോ ഒരു ചങ്ങായി 5 മണിക്ക് ഉസ്താദെ ഓൺലൈൻ മജ്ലിസ് തുടങ്ങും. ഞാൻ സുബഹി നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ എന്റെ പെണ്ണുമ്പോൾ ഇതിലായിരിക്കും ഉസ്താദെ. ഞാൻ ഒന്ന് ചായ ചോദിക്കുമ്പോൾ ഓള് പറയണത് ഒന്നെങ്കിൽ ഉസ്താദ് എണ്ണീക്കണം, അല്ലെങ്കിൽ നെറ്റ് തീരണം. ഈ എന്തെങ്കിലും നടന്നാൽ മാത്രമേ ഞാൻ ചായ തരത്തുള്ളൂ എന്ന് പറയുമ്പോ ഭർത്താവിന്റെ പൊരുത്തം ഇല്ലാതെ കഅബയുടെ കില്ല് പിടിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ല. ഭർത്താവിന്റെ പൊരുത്തം ഇല്ലാതെ ഏത് ഓൺലൈൻ മജ്ലിസ് ഇരുന്നിട്ടും കാര്യമുണ്ടോ? ഇല്ല. ഭർത്താക്കന്മാർ ഖിദ്മത്ത് ചെയ്താൽ അതിൽ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, അല്ലാഹുവിനെ സ്മരിക്കുന്നവരാരാ, അല്ലാഹുവിനെ ഓർക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹ്. ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ ഹസൻ ബസരി തങ്ങളുണ്ടല്ലോ, ദർസ് എടുക്കുകയാ, ക്ലാസ് എടുക്കുകയാ. ഒരാളിങ്ങനെ ഹസൻ ബസരി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഹസൻ ബസരി തങ്ങളോട് ചോദിക്കുകയാ, ഹസൻ ബസരി തങ്ങളെ, കച്ചവടത്തിൽ ലാഭമില്ല, ദുആ ചെയ്യുമോ? ഹസൻ ബസരി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. അദ്ദേഹം അതാ തിരിച്ചു പോകുകയാ. രണ്ടാമതൊരാൾ ഇങ്ങനെ കടന്നു വരികയാ. ഹസൻ ബസരി തങ്ങളോട് പറയുകയാ, ഹസൻ ബസരി തങ്ങളെ, വെള്ളമില്ല, കൃഷി ചെയ്യാ വെള്ളമില്ല,
ഹസൻ ബസ്രി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. മൂന്നാമതെന്റെ പ്രിയമുള്ളവരെ ഒരാൾ ഇങ്ങനെ കടന്നു വരികയാ. ഒരാൾ കടന്നു വന്നുകൊണ്ട് ഹസൻ ബസ്രി തങ്ങളോട് പറയുകയാ, മക്കളില്ല, ദുആ ചെയ്യുമോ? ഉടൻ തന്നെ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. മൂന്ന് പേരും അതാ തിരിച്ചു പോകുകയാ. സബക്ക് കഴിയുമ്പോ, ദർസ് കഴിയുമ്പോ, ക്ലാസ് കഴിയുമ്പോ ഒരു മുതഅല്ലിമ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, ഹസൻ ബസ്രി തങ്ങളെ, കച്ചവടത്തിൽ ലാഭമില്ലാത്തവന്, വെള്ളമില്ലാത്തവന്, മക്കളില്ലാത്തവന് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞല്ലോ, അതിന്റെ കാരണമേതാ? അതിന്റെ കാരണമെന്താ? ഹസൻ ബസ്രി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആരെങ്കിലും ഒരാള് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു പടച്ച തമ്പുരാൻ അവർക്ക് ഇജാബത്ത് തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ദിക്റുല്ലാഹ്, ദിക്റുല്ലാഹ്, ദിക്റുല്ലാഹ്. അല്ലാഹനെ സ്മരിക്കുന്നവരാരാ, അല്ലാഹനെ ഓർക്കുന്നവരാരാ, അവർ ഇൻഷാ അല്ലാഹ് അവരെന്റെ പ്രിയമുള്ളവരെ ഈമാനോടെ മരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളമില്ലാത്തവന്, കച്ചവടത്തിൽ ലാഭമില്ലാത്തവന്, മക്കളില്ലാത്തവന് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്ർ ഏതാ? അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും ഒരു കയ്യിൽ ഒരു ചെറിയ കൗണ്ടർ കരുതുക. നിങ്ങൾ മീൻ പിടിക്കാൻ പോവാ, ഒരു കൗണ്ടർ കരുതുക. മീനൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോ നിങ്ങൾ വെറുതെ ഇരിക്കണ സമയം, ആ സമയത്ത് എന്ത് ചെയ്യുക? വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ ഇങ്ങനെ അധികരിപ്പിക്കുക. അങ്ങനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്താൽ അത് ഇജാബത്തുള്ളെന്ന് പോലും പണ്ഡിതന്മാര് പറയുമ്പോ, അല്ലാഹനെ സ്മരിക്കുന്നവരാരാ, അല്ലാഹനെ ഓർക്കണവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവർ ഈമാനോടെ മരിക്കുമെന്ന അല്ലാഹുവിനെ കബൂലാക്ക. റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ അവസ്ഥ എന്താ? മുസ്ലിമീങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു 10 കൊല്ലം മുമ്പ് ജീവിച്ചതുപോലെ നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയണുണ്ടോ? ഒരു 15 കൊല്ലം മുമ്പ് ജീവിച്ചതുപോലെ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിയണുണ്ടോ? ഇല്ല. SIR എന്ന് പറയുന്ന ഒരു ഫോം ഇന്ന് പൂരിപ്പിക്കാൻ വേണ്ടി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുക, കേന്ദ്ര സർക്കാർ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ, SIR ഫോം നമ്മുടെ വീട്ടിലേക്ക് പൂരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ അതിന്റെ ആളുകളെ, BLO ആളുകളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പേടിപ്പിച്ച് അവർ ഓടിച്ചു വിടാൻ പാടില്ല. അത് പൂരിപ്പിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഭാവിയിൽ ചിലപ്പോ നമുക്ക് വലിയ പ്രശ്നം വരാം. നമ്മുടെ പൗരത്വത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ പ്രശ്നം വരാം. 2002 വോട്ടുള്ളവന് ചിലപ്പോ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ കഴിയില്ല. വല്ലാത്ത പ്രതിസന്ധിയില്ല. ചിലപ്പോ ഒരു 10-20 വർഷം കഴിയുമ്പോ ചിലപ്പോ അടുത്ത കൊല്ലം തന്നെ നമുക്ക് വോട്ടില്ലെന്ന് പറഞ്ഞേക്കാം, അല്ല 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് വോട്ടില്ലെന്ന് പറഞ്ഞേക്കാം. അത് വല്ലാത്ത പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കൊണ്ടുവരുന്ന നന്മയ്ക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? SIR-ഉം ഫോമും അതും ഇതുമെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ നന്മയ്ക്കാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും ആട്ടി ഓടിക്കണം, മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കണം, അവരെ ഈ ലോകത്ത് തന്നെ ആട്ടി ഓടിക്കണം എന്നുള്ള നിഗൂഢ ലക്ഷണത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവിടുന്ന കാര്യങ്ങൾ ഇതെല്ലാം. പക്ഷെ നമ്മൾ തളയാൻ പാടില്ല, നമ്മൾ പേടിക്കാൻ പാടില്ല, നമ്മൾ വിറക്കാൻ പാടില്ല. നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളാണ്, നമ്മളത് പാലിക്കേണ്ടതുണ്ട്. അത് കൊണ്ടുവരുന്ന സമയത്ത് പേടിക്കാതെ പതറാതെ അതിന്റെ ആളുകളും അതിന്റെ സെല്ലുകളും അതിന്റെ ഹെൽപ്പിംഗ് സെല്ലുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും, അഴിത്തലയിലൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അതൊക്കെ പൂരിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു സലാമത്തൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നാട്ടിൽ അല്ലാഹു നല്ല ഭരണാധികാരികൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നല്ല ഭരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താ? മുസ്ലിമീങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയണില്ല. കാരണം എന്താ? നമ്മൾ അല്ലാഹനെ മറന്നു, നമ്മൾ അല്ലാഹനെ മറന്നു. അല്ലാഹനെ മറന്നുകൊണ്ട് തെമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ടല്ലേ നമ്മുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് പോവാ. റമദാൻ വരുമ്പോ ആദ്യത്തെ 15 ദിവസം ഭയങ്കര തഖ്വയാ. 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ തഖ്വയില്ല, ഇഖ്ലാസ് ഇല്ല, ഖുശൂ ഇല്ല, ഒന്നുമില്ല. പിന്നെ എല്ലാ സ്റ്റേറ്റ്സിലാ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹനെ മറന്നപ്പോ അല്ലാഹു 8ന്റെ പണി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തരാൻ തുടങ്ങി. ഞാൻ പറയാ, അല്ലാഹനെ ഓർത്തോ, അല്ലാഹനെ സ്മരിച്ചോ, ഇൻഷാ അല്ലാഹ് ഈമാനോട് കൂടി മരിക്കാൻ കഴിയും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. 1 തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. 2
അള്ളാഹനെ ഓർക്കാൻ കഴിയണം. ഈമാനോടുകൂടി മരിക്കുന്ന മൂന്നാമത്തേതാ? ഈമാനോടുകൂടി മരിക്കുന്ന മൂന്നാമത്തേതാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഈമാനോടെ മരിക്കുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ഏതെന്നറിയോ? മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് മദീന പള്ളിയിൽ ഇരുന്ന് കൊണ്ട് പറയുകയാ, സഹാബാ, കുടുംബജീവിതത്തിൽ വിള്ളൽ വരുത്തുന്നവരാരാ? കുടുംബജീവിതത്തിൽ വിള്ളൽ വരുത്തുന്നവരാരോ? പരസ്പരം കുടുംബാദികൾ തമ്മിലോ മിണ്ടാത്തവരാരാ? അവർ ഈമാനോടെ മരിക്കൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, എന്റെ പ്രിയമുള്ള സ്നേഹനിധികളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, കുടുംബത്തിൽ എന്റെ പ്രിയമുള്ളവരെ വിള്ളലുകളുണ്ടല്ലോ, കൊണ്ടുവരാൻ പാടില്ല. സന്തോഷത്തോടുകൂടി ജീവിച്ച കുടുംബമാണല്ലോ. നീ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വേറെ ഒരു പെണ്ണിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോ ആ കുടുംബം എന്റെ പ്രിയമുള്ളവരെ, ആ പെണ്ണ് കാരണമുണ്ടല്ലോ തകരാൻ പാടില്ല. കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്നവരെ, കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്നവരെ, കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്നവരെ, ഭാര്യ ഭർത്താക്കന്മാരെ, ഈമാനോടെ മരിക്കൂല. കുടുംബജീവിതം സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാത്തവരാരാ? അവർ ഈമാനോടുകൂടി മരിക്കൂല. പുറത്ത് ഭയങ്കര വെള്ളയൊക്കെട്ടായിരിക്കും നടക്കുക, ഭയങ്കര പൊതുപ്രവർത്തനമൊക്കെ ആയിരിക്കും. പക്ഷേ കുടുംബത്തിൽ ബിഗ് സീറോ ആണെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കും മറവട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് കിടന്ന രണ്ടുപേരുണ്ട്. രണ്ടുപേരുടെ പേര് ഞാൻ മറന്നുപോയി. അതില് സുലൈമാൻ എന്നായിരുന്നു ആ ചങ്ങായിന്റെ പേര്. അവസാനം നന്ദി കോളേജിൽ അയാളെ പുറത്താക്കി, അവസാനം ക്രിസ്ത്യാനിയായി മോട്ടിവേഷൻ സ്പീച്ചിങ് ഒക്കെ നടത്തി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. ആളുകളെ നന്നാക്കാൻ വേണ്ടി നടന്ന രണ്ടുപേരാ. അവസാനം രണ്ടുപേരും തല്ലിപ്പിരിഞ്ഞു. അള്ളാഹു കാത്തിരിശിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം, റീൽസ് അല്ല റിയൽ ലൈഫ്. റീൽസിലുള്ളതല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയണേ. ഇപ്പൊ ഇവിടെ ഇരിക്കണവരൊക്കെ കല്യാണം കഴിഞ്ഞവരായിരിക്കും. 98% കണ്ടിട്ട് കല്യാണം കഴിഞ്ഞവരാ. അള്ളാഹു നല്ല ഭാര്യമാരെ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. നമ്മൾ കടൽ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഇന്ന് 250 രൂപ ഉസ്താദെ കിട്ടിയ, ഇന്ന് 250 രൂപ ഉസ്താദ് കിട്ടിയ, കഴിഞ്ഞ ദിവസം ഒരു 700 രൂപ കിട്ടി ഉസ്താദെ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നു പോണേ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഹൈറായ സമ്പത്ത് നൽകണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങള് ചിലപ്പോ നിങ്ങളുടെ ഭാര്യമാർക്ക് എല്ലാ ദിവസവും ചിക്കൻ മന്തി ഒന്നും മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഉള്ളത് നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ഭാര്യ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് കടന്നു വന്നിട്ട് ഇച്ച നോക്കിച്ച നിങ്ങൾ മറ്റേ യൂട്യൂബിൽ ആ വ്ലോഗ് ചെയ്യുന്ന രണ്ടുപേരും ഒക്കെ ഈ മറ്റേ റീൽസ് ഒക്കെ ചെയ്യണമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങനെ മോട്ടറാക്കും. നമ്മളിത് കേട്ടിട്ട് പലിശയ്ക്കും പൈസ എടുത്ത് ലോട്ടറി എടുത്തിട്ട് അതും ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ നോക്കും. ഞാൻ നിങ്ങളോട് പറയാ, റീൽസ് അല്ല, സഹോദരിമാരോട് പറയാ, റീൽസ് അല്ല റിയൽ ലൈഫ്. റീൽസിൽ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയണേ. ക്യാമറയുടെ മുമ്പിൽ ആർക്കും അഭിനയിക്കാം, ക്യാമറയുടെ മുമ്പിൽ ആർക്കും അഭിനയിക്കാം. പക്ഷേ നമ്മൾ ആ രണ്ടുപേര് എന്ത് അഭിനയായിരുന്നു ക്യാമറയുടെ മുമ്പ്? നിങ്ങൾ സ്നേഹിക്കണം, കെട്ടിപ്പിടിക്കണം, മുത്തം വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അവസാനം ആ പെണ്ണിന്റെ തലയ്ക്ക് കൊടക്കം പേടുത്തടിച്ചിട്ട് ആ ചങ്ങായി പോയ അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബജീവിതം സന്തോഷത്തോടുകൂടി കൊണ്ടുപോകുന്നവരാരാ? അവർ ഈമാനോട് മരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തിലൊഴിക്കുക. എത്ര ഉമ്മമാരുണ്ട്, എത്ര വാപ്പമാരുണ്ട്, കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്. നിങ്ങൾക്ക് അഴിത്തലയിൽ കിട്ടിയ ഭാര്യമാരെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. അടച്ചനെ എന്ത് പാടാ വെക്കാൻ അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഒന്നും കൂടെ ചോദിക്കാം, അഴിത്തലയിൽ നിങ്ങൾക്ക് കിട്ടിയ ഭാര്യമാരെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ചില ആളുകൾ പുറകോട്ടും വലത്തോട്ടൊക്കെ നോക്കും. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, സഹോദരിമാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അഴിത്തലയിൽ നിങ്ങൾക്ക് കിട്ടിയ ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ വേണ്ടവരെന്ന് കൈവക്കിയപ്പ. എത്രയോ താത്താമാര് താത്തിയിട്ടിരിക്കും. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. ഞാനൊരു 3 ദിക്ർ പറഞ്ഞുതരാം. ഈ 3 ദിക്ർ കിടക്കുന്ന കിടക്കപ്പായിൽ ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് ചൊല്ലിയാൽ അവർ സ്വർഗത്തിൽ ഒരുമിക്കുന്ന. അപ്പൊ ചില ആളുകൾ പറയും, ഉസ്താദേ ഇവിടെയോ സ്വസ്ഥതയില്ല, ഇനി അവിടെയും വേണം ഉസ്താദേ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എനിക്കറിയാവുന്ന ഒരാൾ 2 കെട്ടി. ഞാൻ പറഞ്ഞു 2 കെട്ടായിരിക്കണല്ലേ. കാരണം എന്തേ, 1 കെട്ടിയിട്ട് എന്നെ നോക്കാൻ വേണ്ടി പല ആളുകളും പാടിടുക. എന്നൊരു ചങ്ങാതി, വയനാടുള്ളൊരു ചങ്ങാതി എന്നോട് പറഞ്ഞു, ഉസ്താദേ 2 കെട്ടി ഉസ്താദേ, എനിക്ക് ബാംഗ്ലൂർ ബേക്കറി ഉസ്താദേ. ഞാൻ 2 പേരെയും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോയി ഉസ്താദേ. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഞാൻ ഒരു
ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൊണ്ട് നിർത്തി. ഉസ്താദെ, ഞാൻ ബേക്കറിയിലേക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോയതാ ഉസ്താദെ. ഞാൻ രാവിലെ ഒരു 10 മണിക്ക് പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ 5 മണിയായി. 5 മണിക്ക് വന്നപ്പോൾ ഹൗസ് ഓണർ എന്നോട് പറയാ, നിങ്ങൾ പെട്ടെന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോകണം. എന്താ പറയുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോകണം. കാരണം എന്താ, ഇവിടെ ഒരു ബദർ ഉഹദ് ഹന്തകും കഴിഞ്ഞിട്ടായിരിക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 3 ദിക്ർ ആരെങ്കിലും ഒരാൾ കിടക്കുന്ന കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ചെല്ലിയാൽ അവർ നാളെ സ്വർഗത്തിലും ഒരുമിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. എല്ലാവരും ഉണ്ട്, ആയിക്കോട്ടെ. നല്ല ഭർത്താക്കന്മാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. അല്ലണ്ട ഉണ്ട്. ഞാൻ കുറച്ചാൾക്ക് മുമ്പ് കാസർഗോഡ് ഭാഗത്തൊരു സ്ഥലത്ത് നിന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. 98% പൊക്കിയത് കെട്ടിയവരാ. അല്ലാഹു മാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. ഈ പൊക്കാൻ സമയത്ത് ഒരാൾ സ്റ്റേജിൽ ഇരുന്നിട്ട് പൊക്കണില്ല. അപ്പൊ ചോദിച്ചാൽ എന്തൊക്കെ ഉസ്താദ്, അല്ലേ തന്നെ ഓൾറെഡി ഇടിവെച്ചിട്ട് ഉസ്താദെ വയലിന് വന്നേ, ഇനി അതും കൂടി വേണമെന്ന് പറയാൻ നടക്കണ കാര്യമില്ല ഉസ്താദെ. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കുടുംബജീവിതം സന്തോഷത്തോടു കൂടി കൊണ്ടുപോയാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എത്രയോ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന എത്രയോ പേരുണ്ട്. ഭാര്യമാരെ പറ്റിക്കുന്ന എത്ര ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു ഈമാൻ നൽകട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടിയെ മെസ്സേജ് അയച്ചിട്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്ന ചങ്ങാതി എനിക്ക് അത് സ്ക്രീൻഷോട്ട് അയച്ചെന്നിരിക്കും. ഉസ്താദെ, ഒരു ദുആ വസിയത്തുണ്ട്. എന്താ, ഞാനിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് റഹ്മാനെ കരഞ്ഞുപോയി. ഒരു സഹോദരി കരഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടിരിക്കും. ഉസ്താദെ, 2 കൊല്ലമായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ പറ്റിക്കും ഉസ്താദെ. 2 കൊല്ലമായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ പറ്റിക്കും ഉസ്താദെ. എനിക്ക് മനസ്സിലായില്ല ഉസ്താദെ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് എടുത്തു നോക്കിയപ്പോ വേറെ ഒരു പെണ്ണുമായി എന്റെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഉസ്താദെ. ഭർത്താവ് പറയുന്നത് ആണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഇന്ന് എല്ലാ തെമ്മാടിത്തരവും അടിച്ചു വെക്കും, എന്നിട്ട് എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ചാറ്റിങ് കണ്ടെത്തി. അവസാനം പത്രമാധ്യമത്തിൽ വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ ഉളുപ്പില്ലാതെ ആ ചങ്ങാതി ഒരു ലൈവ് ഇട്ടിരുന്നു. അപ്പോഴും പറഞ്ഞ എന്താ, ആരും വിശ്വസിക്കരുത്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഒരാളെ കൊന്നാലും വേണം നമ്മൾ പറയും അതേ അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ഒരു ഭാര്യക്കും ഭർത്താവിന് സ്വർഗത്തിൽ ഒരുമിച്ച് കിടക്കണോ? പുറത്ത് കാണുമ്പോ അഴിത്തലയുടെ പരിസരത്തിലൂടെ ബൈക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചിടയ്ക്കായിരിക്കും പോവാ. വീട്ടിൽ ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ചതിന് പോലും മുതുകിലിട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. എത്രയോ ഭാര്യമാരെ പേടിച്ചുകൊണ്ട് കിടക്കണ എത്ര ഭർത്താക്കന്മാരുണ്ട്. 3 കൂട്ടം ഭർത്താക്കന്മാരും നരകത്തിലാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 1, മക്കളും ഭാര്യയും തിന്മ ചെയ്യുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ഭർത്താക്കന്മാരാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. ഉദാഹരണം പറഞ്ഞുതരാം. ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞു. ഈ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഭാര്യമാര് പറയും, ഒന്ന് ഹോട്ട്സ്റ്റാർ ഒന്ന് റീചാർജ് ചെയ്ത് തരാം, മറ്റേ വോട്ട് ചെയ്യാനാ, എങ്ങനെ ചെയ്യാനാ. ആ സമയത്ത് അതിന് കൂട്ടുനിൽക്കുന്ന, ഹറാമിന് കൂട്ടുനിൽക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 2, ഭാര്യയുടെ കിടപ്പറ രഹസ്യം കൂട്ടുകാരോട് പങ്കിട്ട് കൊടുക്കുന്ന ഭർത്താവാണെങ്കിൽ അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ കിടപ്പറ രഹസ്യം പങ്കിടുവോ? ചിലവര് പങ്കിടും. അതെങ്ങനെ പങ്കിടുക? ഇപ്പൊ ഇവിടെയൊക്കെ എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിയുക ആണുങ്ങളുടെ? ഇവിടെയൊക്കെ എത്രാമത്തെ വയസ്സിൽ ആണുങ്ങളുടെ കല്യാണം കഴിയാ? 25. ചെവി വെക്കൂല. കൊടുക്കട്ടെ. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിയും. ഇപ്പൊ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടിയ അപ്പം കല്യാണം. 23 വയസ്സ് കൂട്ടിക്കോ. 23 വയസ്സായി കല്യാണമൊക്കെ കഴിഞ്ഞു, ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞ് അടിത്തലയുടെ പരിസരത്തോടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചില ആളുകളുണ്ടാവും പെണ്ണൊന്നും കിട്ടാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ചില ചങ്ങായിമാരുണ്ടാവും. ഓരോ വന്നിട്ട് ഓരോന്ന് മോട്ടറാക്കും. അളിയ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ മോട്ടറാക്കും. അപ്പൊ ഈ ചങ്ങാതി എന്ത് ചെയ്യും? അളിയ അങ്ങനെയായിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? കുറച്ചങ്ങോട്ട് എരിവും പുളിയും ചേർത്തങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. തമാശക്ക് പോലും ഭാര്യയുടെ കിടപ്പ് രഹസ്യം പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നരകത്തിലേക്കുള്ള ഭർത്താവ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 3-ാമത്തേതാ? ഭാര്യയുടെ അടിമയായി ജീവിക്കുന്നവരാരാ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പെൺകോസന്മാരുണ്ട്. ആ ചങ്ങായിമാരെവിടാ? നരകത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്വർഗ്ഗത്തിൽ ഒരുമിക്കണോ? ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കണോ? ഈ 3 ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവരെവിടാ? ആ ഭാര്യയും ഭർത്താവും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയിക്കോട്ടെ.
പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പോയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, കുടുംബ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ വിള്ളല് വരുത്താത്തവരാരാ? ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, അഴിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ ഭർത്താക്കന്മാരെയുണ്ടല്ലോ, ജന്നാത്തുൽ ഫിർദൗസിൽ വേണോ വാപ്പാ? ഈ പറയുന്ന ദിക്റിന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാ ചൊല്ലിക്കഴിഞ്ഞാ അവര് സ്വർഗത്തിലാ. ഫാത്തിമ ബീവിയുടെ മനോഹരമാകുന്നൊരു ചരിത്രമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവിയുടെ കൈ നോക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കയ്യിൽ നിന്ന് ചോര പൊടിക്കുകയാ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമ എന്താണ് സംഭവിച്ചത്? ഫാത്തിമ കയ്യിൽ നിന്ന് ചോര വരാനുള്ള കാരണമുണ്ടല്ലോ, എന്താണ് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഉരുന്നാട്ടിയിട്ട് അരിയാട്ടിയിട്ട് എന്റെ കൈയുണ്ടല്ലോ ചോര വരികയാ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, പിതാവാകുന്ന റസൂലുള്ളയുണ്ടല്ലോ, ഒരുപാട് അടിമകളുണ്ടല്ലോ, നബി തങ്ങളുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ. നബി തങ്ങളുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് അടുക്കളയിലേക്ക് ഒരു അടിമയെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നബി തങ്ങൾ തരുന്നതാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ആയിഷ ബീവിയുടെ ചാരത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹി വീട്ടിലില്ല. ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയുണ്ടല്ലോ, ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ ഉമ്മ, നബി തങ്ങൾ കടന്നു വരുമ്പോ എനിക്കൊരടിമയെ തരുമോ ഉമ്മ? ആയിഷ ബീവി പറയുകയാ, നബി തങ്ങൾ കടന്നു വരുമ്പോ ഞാൻ പറയാ ഫാത്തിമ വീട്ടിലേക്ക് പോയിക്കൊള്ളുക ഫാത്തിമ. പാതിരാത്രിയിൽ നബി തങ്ങൾ കടന്നു വരികയാ. നബി തങ്ങൾ കടന്നു വന്നുകൊണ്ട് ആയിഷ ബീവിയുടെ ചാരത്ത് വരുമ്പോ സുബ്ഹാനല്ലാഹ് ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, പ്രിയമുള്ള പ്രിയതമനേ, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയതാ കടന്നു വന്നല്ലോ. ഫാത്തിമ കടന്നു വന്ന് പറയുമ്പോ നബി തങ്ങൾക്ക് സന്തോഷം വരികയാ. നബി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാ, ആയിഷ, ഫാത്തിമയുണ്ടല്ലോ എന്തേ വന്നത് ആയിഷ? ഫാത്തിമ ബീവി എന്തേ വന്നത് ആയിഷ? ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, യാ ഹബീബല്ലാഹ്, ഫാത്തിമയ്ക്കൊരടിമയെ കൊടുക്കുമോ ഭർത്താവേ? അടിമയെ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ നബി തങ്ങളുടെ മുഖമുണ്ടല്ലോ വല്ലാതെ ചുമക്കുകയാ. നബി തങ്ങളോ ദേഷ്യപ്പെടുകയാ. നബി തങ്ങൾ പാതിരാത്രിയിൽ തന്നെ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അലിയാർ തങ്ങളോ വിശ്രമിക്കുകയാ. ഫാത്തിമ ബീവി സലാം പറയുകയാ. ഫാത്തിമ ബീവിയോട് സലാം അടക്കുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുകയാ. അലിയാർ തങ്ങൾ കടന്നു വരികയാ. ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമ, അടിമയെ വേണോ ഫാത്തിമ? ഫാത്തിമ ബീവി അതാ ചിരിക്കുന്ന മുഖമായി പറയുകയാ, യാ റസൂലല്ലാഹ്, ഒരടിമയെ തന്നാൽ ഉപകാരമാ. നബി തങ്ങൾ ഇത് കേൾക്കുമ്പോ നബി തങ്ങളുണ്ടല്ലോ ദേഷ്യപ്പെടുകയാ.
നബി തങ്ങളുടെ മുഖം ഇങ്ങനെ വല്ലാതെ ചുമക്കുകയാ. നബി തങ്ങൾ ദേഷ്യപ്പെടുകയാ. നബി തങ്ങൾ പൊന്നുമോളോട് പറയുകയാ, ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ, ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ നിനക്ക് ഞാൻ തരില്ല ഫാത്തിമ, നീ എന്നെ മകളാണ് ഫാത്തിമ. ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ നിനക്ക് ഞാൻ തരില്ല ഫാത്തിമ. ഫാത്തിമ ബീവി കരയുമ്പോ ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗമുണ്ട് ഫാത്തിമ. എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ സ്വർഗത്തിലേക്ക് രണ്ടുപേർക്കും കിടക്കണോ? ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ, ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ സ്വർഗത്തിന് നിങ്ങൾക്ക് ഒരുമിക്കണോ ഫാത്തിമ? അലിയാർ തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറയുകയാ, യാ നബി അല്ലാഹ്, അതിനുള്ള മാർഗമേതാ? ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഭാര്യ മരിച്ചവരെ, ഭർത്താവ് മരിച്ചവരെ, അത് ജീവിതത്തിൽ വല്ലാത്ത നഷ്ടമാ. ഭർത്താവ് മരിച്ചവരെ, ഭർത്താവ് വിട പറഞ്ഞു പോയവരെ, പടച്ചവനെ വല്ലാത്ത നഷ്ടമാ. ഇന്ന് ഞാനൊരു വീട്ടിൽ വരുമ്പോ, ഈ അടിത്തലയിൽ ഒരു വീട്ടിൽ വരുമ്പോ ഒരു സാധുവായ ഉമ്മ പടച്ചവനെ ഇരിക്കുകയാ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഭർത്താവിന് സ്വർഗം കൊടുക്കണേ അല്ലോ, നരകം കൊടുക്കല്ലേ അല്ലോ. നിങ്ങളോട് ഞാനൊന്ന് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, നമ്മുടെ ഭർത്താക്കന്മാര് കടലിൽ പോകുന്നവരാ. അവിടെ വെച്ചങ്ങാനം വിട പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാര് വണ്ടിയിലൂടെ പോകുന്നവരാ. ഇന്നൊരു ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. എറണാകുളം ജില്ലയില് പടച്ചവനെ കുണ്ടന്നൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സക്കാഫി ഉസ്താദ് പടച്ചവനെ ഒരു വണ്ടിയുമായി ഇടിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയല്ലോ. സ്വർഗം കൊടുക്കണയല്ലോ. എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, ഭർത്താക്കന്മാര് മരിച്ചു പോയാൽ നമ്മുടെ മക്കളെ തീമീങ്ങളോ, നമ്മുടെ മക്കളെ തീമീങ്ങളോ. ഏതെങ്കിലും വീടിന്റെ വാതിക്കല് പോയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു ഗതികേടന്റെ പ്രിയമുള്ളവരെ സഹിക്കാൻ കഴിയൂല. അല്ലോ, ജീവിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ. സ്വർഗത്തിലെ ഇണകളാക്കണേ അല്ലോ. ഫാത്തിമ ബീവി നബി തങ്ങളോട് ചോദിക്കുകയാ, എന്താ മാർഗം നബിയെ? സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള, ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാനുള്ള മാർഗമുണ്ടല്ലോ, ഏതാണ് നബിയേ? മഹാരാഗം നബി തങ്ങൾ പറയുകയാ, ഈ പറയുന്ന ദിക്റ് ആരെങ്കിലും ഒരാള് കിടക്കുന്ന കിടക്കപ്പായില് ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവര് സ്വർഗത്തിൽ ഒരുമിച്ചാ. നബി തങ്ങൾ പറയുന്ന ദിക്റേതാ? ചെറിയ ദിക്റാ, എല്ലാ ദിവസവും ചൊല്ലുന്ന ദിക്റാ. നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ പറയുന്ന മൂന്ന് ദിക്റ് സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ. ഈ പറയുന്ന മൂന്ന് ദിക്റുണ്ടല്ലോ, 33 തവണയുണ്ടല്ലോ. ആരെങ്കിലും ഒരാ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാ എങ്ങനാ ചൊല്ലേണ്ടത്? ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാ ഇൻഷാ അല്ലാഹ് അവര് ജന്നാത്തുൽ ഫിർദൗസിലാ. കബൂലാക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ പറയുന്ന മൂന്ന് ദിക്ർ
33 തവണ വരെ കിടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ അവർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിച്ചാൽ, കുടുംബ ജീവിതം സന്തോഷത്തോടുകൂടി കൊണ്ടുപോയാൽ അവർ ജന്നാത്തുൽ ഫിർദൗസിലാണ്. ഇനി കുടുംബ ജീവിതം മാത്രമല്ല, എത്രയോ ആളുകളുണ്ട് പഠിച്ചവനെ സ്വന്തം പെങ്ങളോട് മിണ്ടാത്ത എത്രയോ പേരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. നാട്ടില് ഭയങ്കര ചാരിറ്റിയുടെ ഹെഡൊക്കെ ആയിരിക്കും, പക്ഷേ സ്വന്തം പെങ്ങൾ പട്ടിണിയാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. പാടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, പരസ്പരം മിണ്ടാത്തൊരു കുടുംബ ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഞാന് ഈ നാട്ടിൽ വന്നപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, മതിൽക്കെട്ടുകൾ നിങ്ങളുടെ പരിസരത്തില്ല അല്ലെ? ഇവിടെ അല്ലെ മതിൽക്കെട്ടുകൾ കുറവാണ്. ഇവിടെ തുപ്പിയ അപ്പുറത്തുള്ള അടുക്കള എത്തും, അത്ര അടുത്താണ്. ഞാൻ നിങ്ങളോട് പറയാം, അൽഹംദുലില്ലാ. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മതിലെട്ടാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ രണ്ടാം ലോകം മഹേത് നടക്കും. കാരണം എന്താ, ഒരു ചാവറിന്റെ അംശം അപ്പുറത്ത് പോയാൽ മതി പഠിച്ചവനെ, പിന്നെ ജീവിക്കാൻ കഴിയില്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ, കുടുംബ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അവരെങ്ങനെ മരിക്കുന്ന, ഈമാനോടെ മരിക്കുന്ന. അല്ലാഹുവിനെ കബൂലാക്ക റഹ്മാനെ. സ്വർഗത്തിലേക്ക് കടക്കണോ? കുടുംബം മസ്റ്റാ. സ്വർഗത്തിൽ കിടക്കണോ? കുടുംബം മസ്റ്റാ. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ പെണ്ണ് കണ്ടാൽ വലിയ താല്പര്യമില്ല ഉസ്താദേ. അങ്ങനെ പറഞ്ഞ ചങ്ങാതിമാർക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അപ്പോൾ ഒന്ന് അൽഹംദുലില്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കുക. അല്ലാഹുവിനെ കബൂലാക്ക റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ, സന്തോഷങ്ങൾ നൽകണേ റഹ്മാനെ. എന്തെല്ലാം അദാബുകളുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ റഹ്മാനെ. നാലാമത്തേതാ, നമ്മൾ മൂന്നാമതായി കുടുംബ ജീവിതത്തിൽ അൽഹംദുലില്ലാ സന്തോഷം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. രണ്ടാമത് ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞു. ആദ്യമേ തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. നാലാമത്തേതാ, ഞാൻ ചോദിക്കട്ടെ, വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. വാപ്പ മരിച്ചവര് അല്ലാഹുവിനെ ഖബർ വിശാലാക്കണേ റഹ്മാനെ. ഉമ്മിച്ച മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ. ഉമ്മ മരിച്ചവര് അല്ലാഹു നീ സ്വർഗ്ഗം നൽകണേ റഹ്മാനെ, ഖബർ വിശാലാക്കണേ റഹ്മാനെ. ഇവിടെ ഖബർസ്ഥാൻ അടുത്ത തൊട്ട് ഇപ്പൊ ഈ പള്ളിക്ക് ഖബർസ്ഥാൻ ഇല്ലേ? നിങ്ങളുടെ മെയിൻ പള്ളി ഇതല്ലേ? അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മഹലക്കിന്റെ അഭിവൃദ്ധിയും ഇസ്സത്തും നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. 400 വീട് അല്ല, എത്ര ഉള്ള 400 വീടല്ലേ? 400 വീടല്ലേ? 450. ആയിക്കോട്ടെ, എന്തായാലും വീടുകളുണ്ടല്ലോ അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വെള്ളം തരും, ഒരു കുപ്പി എന്നാ അല്ലാഹുവിനെ കബൂലാക്ക റഹ്മാനെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد ربي صل عليه وسلم. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് കിട്ടില്ല, ഒരു 15 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. നാലാമത്തേതാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണ്ട നാലാമത്തെ വിഭാഗം ആരാ? നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന നാലാമത്തെ കാര്യം. അല്ലാഹുവേ ഈ നാലാമത്തെ കാര്യത്തിൽ അങ്ങനെ ഉൾപ്പെടുത്തണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ജന്നത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ നാലാമതായി പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന നാലാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ഏതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവരാരാ? വാപ്പയുടെ പൊരുത്തം വാങ്ങുന്നവരാരാ? ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നവരാരാ? ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. വാപ്പയുടെ പൊരുത്തമില്ലാതെ മരിച്ചുപോയാൽ, ഉമ്മയുടെ പൊരുത്തമില്ലാതെ മരിച്ചുപോയാൽ അത് വല്ലാത്ത അദാബാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, വാപ്പയുടെ പൊരുത്തം വാങ്ങാൻ കഴിയണേ, ഉമ്മയുടെ പൊരുത്തം വാങ്ങാൻ കഴിയണേ. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഈ ദുനിയാവിന്റെ തുടിപ്പുറത്തിന്റെ പ്രിയമുള്ളവരെ എന്ത് ചെയ്താലും ഉണ്ടല്ലോ അല്ലാഹു വിജയം തരൂല. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കു ആഫിയത്ത് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറോ മണിയറയാക്കണ അല്ലാ.
എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അഴിത്തല പള്ളിയില് ഇവിടെ ഇരിക്കുന്ന ഖതീബ് ഉസ്താദ് ഖുതുബയുടെ അവസാനത്തിൽ എന്റെ പ്രിയമുള്ളവരെ 3 ദുആ എന്റെ പ്രിയമുള്ളവരെ ചെയ്യുമല്ലോ. ദുആ ഏതാ? ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, തിങ്കൾ മുതൽ വ്യാഴം വരെ നിങ്ങൾ കടലിൽ പോകുന്നവരാ, വെള്ളിയാഴ്ച നിങ്ങൾ കടലിൽ പോകൂല. എന്താ കാരണമെന്ന് പറയുന്നത്? അൽ ജുമഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ജുമഅ എന്ന് പറയുന്നത് അത് പാവങ്ങളുടെ ഹജ്ജാണ് വാപ്പാ, അത് മിസ്കീന്മാരുടെ ദിവസമാണ് എന്റെ പ്രിയമുള്ളവരെ. ആ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോ പള്ളിയിലേക്ക് നേരത്തെ അതാ കടന്നു ചെല്ലുക. വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോ പള്ളിയിലേക്ക് നേരത്തെ കടന്നു ചെല്ലുക. വെള്ള വസ്ത്രം ധരിക്കുക, അത്തർ പൂശുക, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, തലയിൽ തൊപ്പി ധരിക്കുക, ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കുക, പള്ളിയിലേക്ക് നടന്നു പോകുക. അത് വല്ലാത്ത പ്രതിഫലമാ നാദാ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മരിക്കാൻ സൗഭാഗ്യം തരണേ അല്ലോ. വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ഖുതുബയുടെ അവസാനത്തില്, വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ഖുതുബയുടെ അവസാനത്തില് ഉസ്താദന്മാര് ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. നാദാ, തീജ്വാലയുള്ള നരകത്തിൽ നിന്നു കാക്കണേ അല്ലോ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവരോട് പറയുകയാ, സ്വർഗം വേണോ വാപ്പമാരെ, സ്വർഗം വേണോ ഉമ്മമാരെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാന് പോലും കടന്നു വരുമ്പോ ഞാനും നിങ്ങളുമുണ്ടല്ലോ ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. നാദാ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലോ, നരകത്തിൽ നിന്ന് കാവല് വേണോ. നബി തങ്ങൾ പറയുകയാ, മൻ കബ്ബല ഐനൈഹി ഉമ്മിഹി, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുന്നവരാരാ? ഉമ്മയുടെ കവിൾത്തടത്തില്, ഉമ്മയുടെ നെറ്റിത്തടത്തില് മുത്തം കൊടുക്കുന്നവരാരോ? കാനലഹു സിതറം മിനന്നാർ, അത് നരകത്തിൽ നിന്ന് കാവലോ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്താൽ, ഉമ്മയുടെ കവിൾത്തടത്തിൽ മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് കാവല. നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ കബൂലിയത്ത് കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവരാരാ? അവർ ഈമാനോടെ മരിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, എത്രയോ മക്കള് ഉമ്മയോട് ഭയങ്കര സ്നേഹ, വാപ്പ ദജ്ജാല. ഉമ്മയോട് ഭയങ്കര സ്നേഹ, വാപ്പ ദജ്ജാല. എന്നോട് ഞാൻ തമാശ പറഞ്ഞ ഉമ്മയോട് ഭയങ്കര മുഹബ്ബത്താ, വാപ്പ ദജ്ജാല. കാരണം എന്തേ? ഉമ്മ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, എത്ര വേണ്ടേ? 100 110 ഇരിക്കട്ടെ പോയിക്കോളാൻ പറയും. വാപ്പാനോട് എന്നിട്ടിരിക്കുക, വാപ്പ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാ, പെട്രോളും ഇല്ല, മണ്ണെണ്ണയില്ലെന്ന്, ചോറും ഇല്ലെന്ന് എന്തെയും. വാപ്പമാര് പറയും, രാത്രി 10 മണിയായിട്ട് നമ്മുടെ മക്കള് വീട്ടിൽ കയറില്ല, ഉമ്മമാരെന്ത് ചെയ്യാറില്ലേ? പുറകിലത്തെ വാതിൽ തുറന്നിട്ട് കൊടുക്കും. വാപ്പമാരെന്ത് ചെയ്യാ? വീടിന്റെ വാതിക്കെ വെളിച്ചപ്പാട് തുളർന്ന് തോന്നി കമ്പും കഷ്ടണ്ട് ഇങ്ങനെ ഉണ്ടാവും. എവിടെ നിന്ന് അടിയിട്ടെന്നും പറയാൻ പറ്റില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കുന്ന വാപ്പമാരും ഉമ്മമാരോടും പറയാ, മക്കൾക്ക് സ്നേഹം കൊടുത്ത് വളർത്താൻ കഴിയണം, മക്കൾക്ക് സ്നേഹം കൊടുത്ത് വളർത്താൻ കഴിയണം. സ്നേഹം കൊടുത്തില്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ പുറത്ത് ഹോൾസെയിൽ ഡീലർമാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ മക്കൾക്ക്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാതാപിതാക്കളുടെ പൊരുത്തം ഇല്ലാതെ ഒളിച്ചോടുന്ന മക്കളോട് പറയാ, അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകൂല. വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരോട് പറയാ, ഇൻഷാ അല്ലാഹ് അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ ബറക്കത്ത് നൽകില്ല. ഇപ്പൊ എല്ലാ സഹോദരിമാരുടെ വിചാരം എന്താണെന്നറിയോ? പ്രേമിക്കും, പ്രേമിച്ച് കഴിഞ്ഞ് 18 വയസ്സാകുമ്പോൾ ഒളിച്ചോടും. ഒളിച്ചോടി കഴിഞ്ഞ് എവിടെന്നെങ്കിലൊക്കെ പിടിച്ചോണ്ട് കൊണ്ടുവരും. വാപ്പ സഹി കെട്ട അവസാനം എന്ത് ചെയ്യും? നിക്കാഹ് ചെയ്ത് കൊടുക്കും. അതെ, ഞങ്ങൾ ഒന്നൊക്കെ പ്രസവിച്ചു കഴിയുമ്പോ വാപ്പ ഉമ്മായും വന്ന് ഞങ്ങൾ തിരിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇപ്പൊ മിക്ക സഹോദരിമാരും ചിന്തിച്ചിരിക്കണേ. ഞാൻ പറയാ, ഞാനൊരു ഖത്തീബ് എന്ന നിലയിൽ പറയാ, ഇവിടുത്തെ ഉസ്താദ് ഖത്തീബ, ഞാൻ നിങ്ങളോട് പറയാ, ഞങ്ങളൊക്കെ നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോ വാപ്പമാര് 2 തരത്തിലെ കരാറുള്ള. നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോ വാപ്പമാര് 2 രീതിയിലാ കരയണേ.
ഒന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര്. 18 വയസ്സൊക്കെ 20 വയസ്സൊക്കെ വാപ്പയും ഉമ്മയും കാണിച്ചു കൊടുത്തൊരു നല്ലൊരു ചെറുപ്പക്കാരനെ കെട്ടാൻ മോള് റെഡിയായി. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഓരോ സിയാ പറഞ്ഞു കൊടുക്കുമ്പോ ആ വാപ്പ സന്തോഷത്തോടു കൂടി പറയുമ്പോ എന്റെ മകൾ ഇന്ന ആള് ഇത്ര മഹറിന് പകരം എന്നൊക്കെ ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോ ആ വാപ്പമാര് കണ്ണുനീരിങ്ങനെ ഒഴുക്കുന്നുണ്ട്. സന്തോഷത്തിന്റെ കണ്ണുനീരാ. പകരം പകരം എവിടെ നിന്നെങ്കിലും കൊളിച്ചോടി ഇപ്പൊ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് വാപ്പമാര് കെട്ടിച്ചു കൊടുക്കുമ്പോ തല താഴ്ത്തി ഇരുന്നിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കണം. എത്രയാ വാപ്പമാര്. ആ വാപ്പമാര് കരയുന്ന ഒരു കരച്ചിൽ എന്റെ പെങ്ങന്മാരെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകൂല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഒളിച്ചോടാൻ നിക്കല്ലേ, ഒളിച്ചോടാൻ നിക്കല്ലേ. ബാംഗ്ലൂര് പഠിക്കാൻ പോയി തിരിച്ചു വരുമ്പോ 10 മാസമായിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. മംഗലാപുരത്ത് പഠിക്കാൻ പോയി തിരിച്ചു വരുമ്പോ സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥയായിട്ട് കാര്യമുണ്ടോ? മാംഗ്ലൂരും മംഗലാപുരത്ത് ചെന്നൈയിലും തിരുവനന്തപുരത്തൊക്കെ പഠിക്കാൻ പോയി നല്ല രീതിയിൽ ഈമാനോടുകൂടി പഠിച്ചു വരുന്ന എത്രയോ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു മക്കൾക്കൊക്കെ അള്ളാഹു ഹൈർ കൊടുക്കുമാറാവട്ടെ, കബൂലിയത്ത് കൊടുക്കുമാറാവട്ടെ, റാഹത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവ ഞാന് ജോലി ചെയ്യുന്ന പള്ളി തൊടുപുഴ, അതിന്റെ വാതിക്കൽ ഒരു കോളേജ് ഉണ്ട്, അൽ അസ്ഹർ എന്ന് പറയുന്ന വലിയൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇതവർ കേൾക്കാനുണ്ട്, എന്നാലും പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് പറയാ, അൽ അസ്ഹറിലൊക്കെ പഠിക്കണ എത്രയോ മക്കളാണെന്നറിയോ പാതിരാത്രി തോളത്ത് പെൺകുട്ടികളുടെ കയ്യിലിട്ടിട്ട് ഹോസ്റ്റലിൽ പഠിക്കണ മക്കള്, സിഗരറ്റും പഠിച്ച് നടക്കുന്ന എത്രയോ പെൺകുട്ടികൾ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. എറണാകുളം ജില്ലയില് കുസാറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. എറണാകുളം ജില്ലയില് കുസാറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. HMD കോളേജിക്ക് അടുത്തുള്ള കുസാറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. അതിന്റെ വാതിക്കല് എന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ സൈഡായിട്ട് ഒരു ബേക്കറി തുടങ്ങി. കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാതിക്കല് ഒരു ദിവസം വണ്ടി ഓടിക്കുന്ന സമയത്ത് 8:30 മണിക്ക് പാലക്കാട് പോകുമ്പോ എന്നോട് പറയും, സാറേ ഞാന് എന്റെ കടയിൽ ഭയങ്കര ലാഭം സാറേ, ഞാൻ ആ ലാഭം കൊണ്ട് ഒരു CCTV എന്റെ കടയിൽ വെച്ചു സാറേ. ഇപ്പോഴത്തെ ഇവിടെ CCTV ഉണ്ടോ? ഇവിടെ CCTV ഉണ്ടോ? ഇല്ല. പള്ളിയിലുണ്ടോ CCTV? വെക്കണം, നല്ലതാ. കാരണം ഏത് സമയത്താണ് നേർച്ചപ്പെട്ടി പൊളിക്കെന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അള്ളാന്റെ പള്ളിയാ, CCTV ഒക്കെ വേണം. ഞാൻ നിങ്ങളോട് പറയണത്, ഈ CCTV വെച്ചു, CCTVയുടെ ഡിസ്പ്ലേ എവിടെ ഉണ്ട്? മൊബൈൽ ഫോണിൽ കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ഞാൻ ഡിസ്പ്ലേ ഫോണിൽ എടുത്തെന്ന് അറിയാം. ഞാൻ ഈ ഫോൺ നോക്കുമ്പോ രാത്രി 8:30 മണിക്ക് ഒരാണും പെണ്ണും ഈ CCTVയുടെ ജ്യൂസ് അല്ലേ, കുടിച്ചോട്ടെ, വിറ്റാമിൻ എയും B, C, D ഒക്കെ അല്ലേ, ഒരു കയറ്റിക്കോട്ടെ എന്ന് വെച്ചു. ഞാൻ 8:30 മണിക്ക് വാഴ് തുടങ്ങി. 9:30, 10:30, 11:30, 12:30 പിരിവും വാഴും ദുആയൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ഞാൻ വന്നെ വണ്ടി കയറി. 12:30 മണിക്ക് ഞാൻ ഈ മൊബൈൽ ഫോൺ ഈ ഡിസ്പ്ലേ വീണ്ടും എടുത്ത് ഒരു കൗതുകത്തിന് ഞാൻ വീണ്ടും എടുത്ത് നോക്കുമ്പോ 8:30 മണിക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയ 2 മക്കൾ ഹൗദൽ കൗസർ കുടിക്കണത് പോലെ കുടിച്ചോണ്ടിരിക്കുക. 12:30 മണിയായിട്ട് ഈ 2 എണ്ണം ജ്യൂസ് കുടിച്ചിരുന്നിട്ടില്ല. 12:30 മണിക്ക് വണ്ടി എടുത്തു. 3:30 മണിക്ക് കുസാറ്റ് കോളേജിന്റെ വാതിക്കലുള്ള ഇവന്റെ ബേക്കറിയിൽ ഞങ്ങൾ എത്തി. സുബ്ഹാനല്ലാഹ്, 8:30 മണിക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയ 2 എണ്ണം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ജ്യൂസ് പകുതിയായിട്ടുണ്ട്. 2 പേരും ഓൺലൈനിൽ ലുഡോ ഗെയിം കളിക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ അവരുടെ ചാരത്ത് വന്നപ്പോ ദജ്ജാൽ വരുന്നവരെ ഇങ്ങനെ നോക്കാം, എന്നാ നോക്കണെന്നാ. അങ്ങനെ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ 2 എവിടെന്നാ വരണേ? അതെ, ഞങ്ങൾ 2 പേരും ഈ കോളേജിൽ പഠിക്കണവരാ. നിങ്ങൾ എവിടെ താമസിക്കണേ? പക്ഷെ ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ താമസിക്കണവരാ. ചോദിച്ചു, മക്കളെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, വാർഡനൊക്കെ ഉണ്ടല്ലോ. സാറേ, പൈസ കൊടുത്താൽ തുറയാത്തൊരു വാതിലില്ല സാറേ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. പിൻവാതിൽ നിയമന, ഞങ്ങൾ പൈസ കൊടുത്ത് കയറി വന്നേ സാറേ. അങ്ങനെ പൈസ കൊടുത്ത് ഞങ്ങൾ വന്നതാ. സ്വാഭാവികമായിട്ട് ആ മക്കളോട് ചോദിച്ചു, നിങ്ങൾ ആങ്ങളെയും പെങ്ങളാണോ? അല്ല. കുടുംബക്കാരാണോ? അല്ല. അയൽവാസികളാണോ? അല്ല. ഞങ്ങൾ ലവ് ബേഡ്സുകളാ സാറേ, ഞങ്ങൾ സ്നേഹിക്കണം 2 മക്കളാ സാറേ. ഞാൻ ആ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ, നിന്റെ വാപ്പാക്ക് പണി എന്താ? കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് ഓട്ടോ ഓടിക്കണം ചങ്ങാതി എന്റെ വാപ്പ. ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, മോളെ നിന്റെ വാപ്പാക്ക് എന്നാ പണി? സാറേ, എന്റെ വാപ്പ തളിപ്പറമ്പില് ഒരു അനാദിക്കട, ഇവിടെ അങ്ങനെയല്ല പറയാ, പലചരക്ക് കട, അനാദിക്കടയില് ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കോ സാറേ. ആ വാപ്പ ഉമ്മ അറിയുന്നുണ്ടോ? ഇല്ല. മാതാപിതാക്കളുടെ പൊരുത്തം ഇല്ലാതെ കുടുംബജീവിതം ആരംഭിച്ചാൽ ഒരിക്കലും അവരുടെ കുടുംബജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു ബർക്കത്ത് നൽകൂല. മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാൽ, അവർക്കെതിരെ എന്ന് പറഞ്ഞാൽ അവർക്ക് നരകമാണെന്ന് പറയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, സ്വർഗം വേണോ? അവരുടെ പൊരുത്തം വാങ്ങിക്കോ. സ്വർഗം വേണോ? വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തം വാങ്ങിക്കോ. ഇപ്പൊ യൂട്യൂബ് ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര സംഭവം. ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കുന്നവർക്കറിയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു പ്രാഞ്ചേട്ടനുണ്ട്. ഇപ്പൊ പൈസ കിട്ടിക്കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ആ പൈസ കൊണ്ട് എന്തൊക്കെ കാണിക്കണം നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല. പൈസ കൂടിപ്പോയാലും പ്രശ്നം. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഗോൾഡ് ഉണ്ട് അല്ലെ, മലബാർ ഗോൾഡ് എന്നൊരു ഗോൾഡ് ഉണ്ട്. അതിന്റെ ഒരു വലിയൊരു മുതലുണ്ട്, ഫൈസൽ എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്. പൈസ കൂടിപ്പോയതാ പ്രശ്നം.
പൈസ കൂടിപ്പോയതാ പ്രശ്നം. ആ ചങ്ങാതി ആ പൈസ കൊടുത്തിട്ട് ലോകത്തെ ഒരു വലിയ വീട് പണിതിട്ട് സുബ്ഹാനല്ലാഹ്, അതിൽ പൈസ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഓരോ സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും കൊണ്ടുവന്നു. ഇനി മറ്റേ ഇടക്ക് ഇച്ചിരി തേങ്ങ ഇടുന്ന പോലെ കുറച്ച് ഉസ്താദ്മാരെയും കൊണ്ടുവന്നു. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടവരാ. അതിൻ്റെ അത് 2 പെൺകുട്ടികൾ വന്നിരുന്നു, ആദില നൂറ എന്ന് പറയുന്ന 2 ലെസ്ബിയൻ കപ്പിൾസ് നമ്മളൊക്കെ കണ്ടവരാ. ആ 2 പേരും ഒന്ന് ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ആ 2 പേരും എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യണേ. ആദില നൂറ എന്ന് പറയുന്ന 2 പേര് ഇസ്ലാം പറയാത്ത കാര്യങ്ങളാണ് ചെയ്യണേ. അതിനോടൊപ്പം മാതാപിതാക്കളെ വെറുപ്പിച്ച്, മാതാപിതാക്കളെ ധിക്കരിച്ച്, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ 2 പേരാണ് ആരെന്ന് പറയണേ, ആദില നൂറ എന്ന് പറയണേ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ആ 2 പേരാണ് ഈ ഫൈസൽ എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചായിട്ട് എന്ത് ചെയ്തേ, ഈ വീട് ഉദ്ഘാടനത്തിന് ഈ 2 പേരെ കൊണ്ടുവന്ന് വലിയ സംഭവമൊക്കെ ആക്കി. അവസാനം എല്ലാവരും എതിർത്തപ്പോൾ ആ 2 പെണ്ണുങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ട് അവസാനം പിന്നെ ആൾക്കാർ എതിർത്തപ്പോൾ ആ പോസ്റ്റ് മുക്കിയിട്ട ചങ്ങാതി അല്ലാഹു കാത്തിരിക്കും മറവട്ടെ, അല്ലാഹു നൽകും. ഒരു പവിത്രമാക്ക വീട് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാ, പവിത്രമായ വീട് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെയും കൊണ്ടുവരുന്നു. അതിനോടൊപ്പം ഉസ്താദ്മാരെയും കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു വലിയ കട തുടങ്ങുമ്പോൾ ഉസ്താദ്മാരെയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ദ്വാരപ്പിക്കൽ. സുബൈക്ക് കൊണ്ടുവന്നിട്ട് ഉസ്താദിനോട് ഒരു ഉസ്താദ് ദ്വാരക്കണം, ഉസ്താദ് ഭയങ്കര അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ലാഭം കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. 10 മണിയാകുമ്പോൾ ചെണ്ടമേളയും കണ്ട് വേറെ ഏതെങ്കിലും സിനിമാ നടനും വന്ന് ഉദ്ഘാടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ കടലിലേക്ക് ഒരു ബോട്ട് ഇറക്കാൻ പോവാ. നിങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട സാധു ഹത്തീബ് ഉസ്താദ് സുബൈക്ക് വന്നിട്ട് വള്ളം തള്ളും താഴത്തിറക്കി തന്നെ ദ്വാരക്കണം. ഈ സാധുവായ ഉസ്താദ് നൽഫാത്തും യാസീനും ബദ്രിയത്തും എല്ലാം ഇതിന്റെ ഉസ്താദ് ദ്വാരക്കും. 11 മണിയാകുമ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആരാ പോവാ? ഈ നാട്ടിൽ ഏതെങ്കിലും സിനിമാ നടനാ പോയിട്ട് കാര്യമുണ്ടോ പെങ്ങന്മാരെ? ഇല്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാർ. വലിയ വീടൊക്കെ പണിതു, ഒരു കുറച്ച് ഉസ്താദ്മാരെയും കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ പുറമെ കുറെ സിനിമാ നടന്മാരെ ഹറാമാകുന്ന ജോലി എന്നിവരെ കൊണ്ടുവന്ന് അതിലിട്ടാൽ ആ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ ബർക്കത്തുണ്ടോ? ഇല്ല. മാതാപിതാക്കളുടെ പൊരുത്തം ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അതാ പറയണേ, മാതാപിതാക്കളുടെ പൊരുത്തമുള്ള എങ്ങനെ മരിക്കുന്ന ഈമാനോടെ മരിക്കുന്ന അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ നേരത്തെ ചോദിച്ചു, വാപ്പമാരും മരിച്ചവരുണ്ടോ? എത്രയോ പേര് കൈവക്കി. ഉമ്മമാര് മരിച്ചവരുണ്ടോ? എത്രയോ പേര് കൈവക്കി. ഞാൻ നിങ്ങളോട് പറയാ, വാപ്പായും ഉമ്മായും മരിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ ആ വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാരപ്പ് സിയാറത്തിന് എത്ര പേര് നമ്മുടെ കൂട്ടത്തിയുണ്ട്? ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾ രാവിലെ പോയാൽ വൈകിട്ടായിരിക്കും കടലിൽ നിന്ന് വരുന്നത്. ആയിക്കോട്ടെ, എല്ലാ ദിവസവും വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാര ഒരു യാസീനെങ്കിലും ഒന്നും എത്ര പേര് നമ്മുടെ കൂട്ടത്തിയുണ്ട്? ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഉമ്മമാരെ, ഹൈലോ നിഫാസോ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉമ്മമാർക്ക് ഓതാൻ പറ്റുന്ന സമയം വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാരെ ഈ ഒരു ഫാത്തിഹ യാസീൻ ഓതാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഓതിയവരെല്ലാ ദിവസവും ഓതിയവരുണ്ടെങ്കിൽ കൽബറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. അല്ലാഹു നീ കബൂലാക്ക റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ.